ഉണർന്നിരിപ്പി. ഉണർന്നിരിപ്പി, ഉണർന്നിരിപ്പി, ശക്തിപ്പെടുവി. വിശ്വാസത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ജീവിക്കും. ഈ വചനങ്ങൾ ആ ദൈവം അനുഗ്രഹിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചസ്സാണ് ദൈവം നമുക്ക് തന്നത്. വളരെ പ്രാർത്ഥനയോടായിരുന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇതിന്റെ അകത്ത് പഠിപ്പിക്കും. ഇതിന്റെ അകത്ത് ചില കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുന്നുണ്ട്? ദൈവസഭയോട് പറയുകയാണ്. എല്ലാം കൂടെ പഠിക്കാനുള്ള നേരം, സമയം, ശുശ്രൂഷിക്കാനുള്ള സമയമൊന്നും മുൻപിലില്ലാത്തതുകൊണ്ട് ഒറ്റ വിഷയം മാത്രം ഇന്നെടുക്കാം: ഉണർന്നിരിപ്പി. ഇന്നത്തെ ചിന്താ വിഷയം, എന്തിനെല്ലാം നാം ഉണർന്നിരിക്കണം. അതാണ് വിഷയം. എന്തിനെല്ലാം ഉണർന്നിരിക്കണം, എന്തിനെല്ലാം ഉണർന്നു. ഞാൻ ഈ വാക്യം എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്നപ്പോൾ, ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഉണർന്നിരിക്കുന്നതിനെ കുറിച്ച് നീ പഠിപ്പിക്കണം. ഉണർന്നിരിക്കുന്നതിനെ കുറിച്ച് നീ പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എന്തിനെല്ലാം ഉണർന്നിരിക്കണമെന്ന് പഠിപ്പിക്കണം. എന്തിനെല്ലാം ഉണർന്നിരിക്കണമെന്ന് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ ഭാഗം മാത്രം ഇന്ന് പകൽ ശുശ്രൂഷിക്കാം എന്ന് കരുതിയത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് കൊരിന്ത്യൻ ലേഖനം. 2 ലേഖനമുണ്ട്, ഒന്നുണ്ട്, രണ്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലെ 46-ാം പുസ്തകം 16 അധ്യായങ്ങൾ 436 വാക്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത്, ഈ ലേഖനത്തിന്റെ അകത്ത്, 1-ാം കൊരിന്ത്യൻ ലേഖനത്തിൽ. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ നിങ്ങൾക്കറിയാമോ? ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്താ നിങ്ങൾക്കറിയാമോ? ഉള്ളടക്കം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതവും പെരുമാറ്റവും. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ക്രിസ്തീയ സ്വഭാവം. ക്രിസ്തീയ സ്വഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് വിളിച്ചു പറയുകയാണ്. ചരിത്രം പഠിക്കുമ്പോൾ ഇതൊരു ലെറ്റർ ആണെന്നാണ് പഠിപ്പിക്കുന്നത്. ഇതൊരു കത്താണ്. കൊരിന്ത്യ സഭയിലേക്ക്, കൊരിന്തിലേക്ക് അപ്പോസ്തലനായ പൗലോസ് അയച്ച കത്താണ്, ഒരു ലെറ്റർ ആണെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. പൗലോസിന്റെ 3-ാമത്തെ മിഷണറി യാത്രയിൽ 3 വർഷം പൗലോസ് എഫസോസിൽ താമസിച്ചു. എഫസോസിൽ 3 വർഷം താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് സമയങ്ങളിൽ, അവസാന സമയങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് കൊരിന്ത്യർ 1-ാം ലേഖനം. എന്നാൽ തന്നെ 2-ാമത്തെ മിഷണറി യാത്രയിൽ ഏകദേശം 18 മാസത്തോളം പൗലോസ് കൊരിന്തിൽ താമസിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ 18 മാസം കൊരിന്തിൽ താമസിച്ചപ്പോൾ പണിത സഭയാണ് കൊരിന്ത്യ സഭ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? പുരാതന ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. ഒരു തുറമുഖം, ഒരു തീരം അണയുന്ന ഇടം എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ കൊരിന്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഞാൻ വേഗത്തിൽ വരാം. ഈ ലേഖനം എഴുതുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ചരിത്രകാരന്മാർ അല്ലെങ്കിൽ തിരുവചനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് 2-3 കാര്യങ്ങളുണ്ട്. 2-3 കാര്യങ്ങൾ. അതിലൊന്നാണ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്കൊരു ഡൗട്ട്, സംശയം. സ്തോത്രം.
സംശയത്തിനൊന്നും നമ്മൾ പുറകോട്ട് ഇടുന്നില്ല. അവർക്ക് ഭയങ്കര സംശയം. ഒന്നാമത്തെ സംശയം വിവാഹത്തെ കുറിച്ച് എന്താണ് അവർക്ക് സംശയം. വിവാഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര ഡൗട്ടാണ് അവർക്ക്. രണ്ടാമത്തെ സംശയം മരിച്ചവരെ കുറിച്ച് എന്താണ് അവർക്ക് സംശയം. ഈ മരിച്ചു കഴിഞ്ഞിട്ട് എന്താണ്, എങ്ങനാണ്, ഇതിനെ കുറിച്ച് ഭയങ്കര സംശയം. മൂന്നാമത്തെ സംശയം ഈ വിഗ്രഹാർപ്പിതമാകുന്ന ആഹാരം കഴിക്കാമോ, ഇതാണ് മറ്റൊരു സംശയം. എന്താണ്, ഈ വിഗ്രഹങ്ങൾക്കൊക്കെ മുമ്പിൽ അർപ്പിച്ച ആഹാരം കഴിക്കാമോ? അപ്പൊ പൗലോസ് തന്റെ മിഷണറി യാത്രയിലായിരിക്കുമ്പോൾ ഒരു കത്ത് വരികയാണ്. ആ കത്തിന്റെ അകത്ത് ഈ സംശയങ്ങളെല്ലാം എന്ത് ചെയ്യാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. വൈകോണേ കത്ത് വന്നപ്പോ ചിലപ്പോ പൗലോസിന് നല്ല സന്തോഷം തോന്നിയോ, ഓരോന്നിലെ വിശ്വാസികളൊക്കെ എനിക്ക് കത്തയച്ചു. പക്ഷെ തുറന്ന് വായിച്ചപ്പോഴാണ് ഇത് മൊത്തം ഡൗട്ട്സ് ആണ്. ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. അതിനൊക്കെയുള്ള ഉത്തരമാണ്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഈ കൊരിന്തി സഭയിൽ വിശ്വാസികളാണെങ്കിലും ദുർനടപ്പിന് ഒരു കുറവില്ല. ദുർനടപ്പിന് ഒരു കുറവില്ല. സ്തോത്രം. അതും പൗലോസിന്റെ അറിവിൽ കിട്ടി, ദുർനടപ്പ്. അതുകൂടാതെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് ഭിന്നതയുണ്ട്. ഭിന്നത. സഭയ്ക്കകത്ത് എന്തുണ്ട്? ഭിന്നതയുണ്ട്. അപ്പോൾ ഇതും പൗലോസിന്റെ അറിവിൽ കിട്ടിയപ്പോൾ അതിനും പൗലോസ് എന്ത് ചെയ്തു? ഈ ലേഖനം എഴുതുവാനിടയായി. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട്, വായിപ്പിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കാത്തത്. അങ്ങനെ അവർക്ക് ഭയങ്കര അവരുടെ ഭിന്നതയിലുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. സ്തോത്രം. പൗലോസ് സ്നാനപ്പെടുത്തുന്നില്ല എന്നൊരു വിഷയം അവരുടെ ഇടയിൽ ഒരു ചർച്ചയായി. പൗലോസ് എന്ത് ചെയ്യുന്നില്ല? സ്നാനപ്പെടുത്തുന്നില്ല. അപ്പൊ ചിലര് പൗലോസിന്റെ പക്ഷം, ചിലര് അപ്പൊല്ലോസിന്റെ പക്ഷം, ചിലര് പത്രോസിന്റെ പക്ഷം. കേഫാന്ന് എഴുതിയിരിക്കുന്നത് പത്രോസ് എന്നർത്ഥം. പത്രോസിന്റെ പക്ഷം. സ്തോത്രം. അങ്ങനെ പല പക്ഷം ചേർന്നതായിട്ട് ആരറിഞ്ഞു? പൗലോസ് അറിഞ്ഞു. ഇനി അടുത്തൊരു കാരണം കൂടെ പറയാം. ഈ ലേഖനം എഴുതാൻ അടുത്തുള്ളൊരു കാരണം കൂടെ പറയാം. പല ദുരുപദേശങ്ങൾ കൊരിന്തി സഭയിലേക്ക് വന്നു. ദുരുപദേശങ്ങളെക്കാട്ടിലും പൗലോസിന് ഏറ്റവും കൂടുതൽ പൗലോസ് എതിർത്തത് ലോകമയത്വമാകുന്ന അവരുടെ ജീവിതം. എന്ന് വെച്ചാൽ ലോകത്തോട് ഇഴകിച്ചേർന്ന് ഏകീഭവിച്ച് അവർ ജീവിക്കുന്നു എന്ന് പൗലോസിന് അറിവ് കിട്ടിയപ്പോൾ അതിനെതിരെ ശക്തമായി പൗലോസ് എതിർത്ത ലേഖനമാണ് കൊരിന്തിന്റെ ഒന്നാമത്തെ ലേഖനം. ഇങ്ങനെ ഈ ലേഖനം എഴുതാൻ ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഏതായാലും സംശയങ്ങൾ കൊണ്ട് കൃപയാൽ ഒരു ലേഖനം കിട്ടി. അത് നമുക്ക് സന്തോഷം. നമ്മുടെ ലൈഫിലും അത് ഒരുപാട് ഗുണം ചെയ്യും. പോട്ടെ, ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ അപ്പൊ ഈ ലേഖനം എഴുതാനുള്ള കാരണം ഇതാണ്. ഇവിടെ പൗലോസ് കൊരിന്തി സഭയോട് പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കണ്ട. നിങ്ങൾ ഉണർന്നിരിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരാമേൻ എത്ര പേര് പറയും? എത്ര പേര് രാമേൻ പറയും? ഹല്ലേലൂയ. നിങ്ങൾ ഉണർന്നിരിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിപ്പീൻ, 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 ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. എത്ര പേര് രാമേൻ പറയും? സ്തോത്രം. ഈ ഉണർന്നിരിക്കണം എന്ന് പറയാൻ കാര്യം എന്താ? ഉണരണം എന്ന് പറയാൻ കാര്യം തന്നെ അതിനായിട്ട് പറഞ്ഞു. ഉറങ്ങാത്തവര് പറയണ്ട, ഉണർന്നിരിക്കുന്നവര് പറഞ്ഞാൽ അപ്പൊ പ്രശ്നമില്ല.
ഉറങ്ങുന്നോണ്ടല്ലേ ഉണരാൻ പറഞ്ഞ് ഇല്ലേ? ഉണരാൻ പറയൂ. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കാര്യം. കർത്താവ് വന്നപ്പോൾ ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന പോലെ ഇവര് കിടന്നുറങ്ങും. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയതാ. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കർത്താവ് പോയതാ. കർത്താവ് അവിടെ ചോര നീരാക്കി പ്രാർത്ഥിക്കുമ്പോ 3 വന്ന് ഇവിടെ കിടന്ന് ഉറക്കമാണ്. അപ്പൊ ഉറങ്ങുന്നത് കൊണ്ടല്ലേ ഉണരാൻ പറയുന്നത്. ഒരു ഉണർവിന്റെ കാറ്റ് വീശുന്നു, ഉണർവിന്റെ കാറ്റൊക്കെ അടിക്കുന്നു, ഭയങ്കര ഉണർവൊക്കെ നടക്കുന്നു. നമ്മൾ പലയിടത്തും റിവൈവൽ മീറ്റിംഗ്സ് നടക്കുന്നു. ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്താന്ന് വെച്ച് ചെയ്തോട്ടെ. പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ സത്യത്തിൽ ഒരു ഉണർവ് ഉണ്ടാകേണ്ടത് എവിടാണ്? ദേശത്താണോ? രാജ്യത്താണോ? കർത്താവിന്റെ ദാസി പറഞ്ഞു, ദേശത്താണോ? രാജ്യത്താണോ? കുടുംബത്താണോ? അല്ല, ഞാൻ എന്ന വ്യക്തിയിൽ ആദ്യം ഉണർവ് നടക്കേണ്ടത് എവിടാന്നറിയാമോ? നമ്മളിൽ ഓരോരുത്തരിലുമാണ് ആദ്യത്തെ ഉണർവ് നടക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആദ്യം ഉണരേണ്ടത് ഞാനാണെന്ന് എത്ര പേര് പറയും? ഞാനാണ് ആദ്യം ഉണരേണ്ടത്. നമുക്കെല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരെ ഉണർത്താൻ ഭയങ്കര വിടുക, അല്ലെ? ആന്റി ഉണര്, അച്ഛൻ ഉണര്, അമ്മാമ്മ ഉണര്, പാസ്റ്റർ ഉണര്. പാസ്റ്റർമാരാണല്ലോ കൂടുതൽ ഉണർത്തുന്നത്. സ്തോത്രം. വിശ്വാസികള് ഉണര്, ഇതിനെ ഉണര് എന്ന് ഞാൻ പറയും. എനിക്ക് ഈ ഉണർത്തുന്ന പരിപാടി അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യത്തില്ല, ഉണരത്തില്ല. അതാണ് പ്രശ്നം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒത്തിരി പേരെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സ്വയം ഉണരാൻ ശ്രമിക്കുന്നില്ല. സ്വയം ഉണരാത്ത കാലത്തോളം ദൈവത്തിന്റെ റിവൈവൽ ഇവിടെ വെളിപ്പെടത്തില്ല. എത്ര പേര് പറയും? മക്കളെ, നിന്റെ പേരെന്താ? സുനു. ഓക്കെ, എന്നെ മീറ്റിംഗ് സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ടൈം ആ വരുന്നത്. ദൈവം എന്തെടുക്കുക, ഡിഗ്രി കഴിഞ്ഞിരിക്കുക. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം ഉണർവ് നടക്കേണ്ടത് എവിടാണ്? നമ്മളിലാണ്. ഇന്ന് നീ ഉണരാൻ വേണ്ടിയിട്ടാ പരിശുദ്ധാത്മാ പറയുന്നേ, എന്തിനെല്ലാം നീ ഉണർന്നിരിക്കണമെന്ന് പഠിക്കണം. എന്തിനെല്ലാം നീ ഉണർന്നിരിക്കണമെന്ന് പഠിച്ചാലേ നിനക്ക് സ്വന്തമായിട്ട് ഉണരാൻ കഴിയത്തുള്ളൂ. രാമേൻ എത്ര പേര് പറഞ്ഞു? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ശത്രുവിന്റെ ക്യാരക്ടർ നിങ്ങൾക്കറിയാമോ? പിശാചിന്റെ ക്യാരക്ടർ നിങ്ങൾക്കറിയാമോ? പിശാച് ഉറങ്ങാറേ ഇല്ല. സ്തോത്രം. പിശാച് ഉറങ്ങാറേ ഇല്ല. ആണെന്ന് ATM പോലെ എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. സ്തോത്രം. പിശാച് എന്ത് ചെയ്തില്ല? ഉറങ്ങാറേ ഇല്ല. പിശാച് ആണെന്ന്. പിശാച് ഏത് സമയവും പിശാച് ഉണർന്നായിരിക്കുന്നേ ആണെന്ന്. ഒരു രാത്രിക്ക് എത്ര യാമമുണ്ട്? ഒരു രാത്രിക്ക് എത്ര യാമമുണ്ട്? 4 യാമം. അതിനോട് പറഞ്ഞു 4 യാമം. ഈ 4 യാമത്തിൽ യേശുക്രിസ്തു ഉറങ്ങിയിട്ടില്ല. അത് വചനം പഠിക്കുമ്പോൾ ശരിയാ. പിശാച് ഉറങ്ങിയിട്ടില്ല. കാരണം ഈ 4 യാമത്തിലും പിശാച് വെളിപ്പെട്ടതിന് തെളിവ് ബൈബിളിലുണ്ട്. യേശുക്രിസ്തു വെളിപ്പെട്ടതിനും തെളിവ് ബൈബിളിലുണ്ട്. പക്ഷെ ഈ 4 യാമം ആരാ ഉറങ്ങിയത്? ബാക്കിയുള്ളതല്ലേ ഉറങ്ങിയിട്ടുണ്ട്. അതിനും തെളിവുണ്ട്. യേശുക്രിസ്തു ഉറങ്ങിയിട്ടില്ല, പിശാച് ഉറങ്ങിയിട്ടില്ലെന്ന് തെളിവുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഉറങ്ങിയതായിട്ട്
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിശാച് എന്ത് ചെയ്യത്തില്ല? ഉറങ്ങത്തില്ല. നമ്മുടെ ദൈവം ഉറങ്ങത്തില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. സ്തോത്രം. പിശാച് ഉണർന്നിരിക്കുന്നത് പോലെ തന്നെ ആരും ഉണർന്നിരിപ്പുണ്ട്? ദൈവമുണ്ട്. പക്ഷേ എന്റെ ചോദ്യം, നമ്മളെങ്ങനെ? നമ്മളെല്ലാരും പറയും ദേശത്തിന്റെ കാവൽക്കാരാ, പറച്ചിൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ കെ എബ്രഹാമിന്റെ ഒരു മെസ്സേജ് ഇങ്ങനെ കേട്ടുകൊണ്ട് വന്നപ്പോ, ട്രിവാൻഡ്രത്ത് പോയിട്ട് ഞാനിങ്ങനെ കാറെ വിളിച്ചു കെ എബ്രഹാമിന്റെ ഒരു മെസ്സേജ് കേട്ടുകൊണ്ട് വന്നപ്പോ അദ്ദേഹം ഒരു വിഷയം ഇങ്ങനെ പ്രസംഗിച്ചു. നുണയ്ക്കകത്ത് നുണ, നുണയ്ക്കകത്ത് നുണയുണ്ട്. സ്തോത്രം. നുണയ്ക്കകത്ത് നുണയുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ശരീരം കൊണ്ടുപോകുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ പറയാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പറയണേ യേശു ക്രിസ്തുവിന്റെ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ ശരീരം വന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പൊ നുണയ്ക്കകത്ത് നുണ, അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം യേശു ക്രിസ്തു, അപ്പൊ അവരോട് പോയി ചോദിക്കാനോടാ, ഈ കാവല് നിന്ന ആൾക്കാരോട് പോയി ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്? അപ്പൊ പറയും, ശിഷ്യന്മാര് ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോ ശിഷ്യന്മാര് വന്ന് യേശുവിന്റെ ശരീരം എടുത്തോണ്ട് പോയി. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുമായിരുന്നു. ഉറങ്ങുമ്പോ എങ്ങനെ കാണുന്നത്? നിങ്ങൾ ഉറങ്ങുക എന്നല്ലേ പറയുന്നത്? ഉറങ്ങുമ്പോ എടുത്തോണ്ട് പോയെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടേ? അപ്പൊ നോക്കിയാ, നുണയ്ക്കകത്ത് നുണ. അദ്ദേഹം പറഞ്ഞത്, കൃപയുള്ളവനെതിരെ നുണ പറഞ്ഞാൽ നിൽക്കത്തില്ലെന്നാ പറഞ്ഞു. കൃപയുള്ളവനെതിരെ നുണ പറഞ്ഞാൽ നിൽക്കത്തില്ല. അതിന്റെ അകത്ത് അതിനെ തെളിയിക്കാൻ വേറൊരു നുണ കാണും. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുമായിരുന്നു. ജോലി സമയത്ത് ഉറങ്ങിയത് കൊണ്ട് നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, നമ്മൾ എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞൊരു ദൂതാണ്, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണരണം, ഉണരണം, ഉണരണം. ഒരാമേൻ എത്ര പേര് പറയും? ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഇന്ന് ചിലർ ഉണരുന്ന പകലായിരിക്കും. സ്തോത്രം. ഈ തിരുവചന ശുശ്രൂഷ കഴിയുമ്പോൾ ഇന്ന് ചിലർ ഉണരുന്ന പകലായിരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ചില ഇടത്തേക്ക് ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് ഇന്ന് പകൽ നീ ഉണരുന്ന പകലാക്കി സർവശക്തൻ തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശത്രു ഉണർന്നിരിക്കുന്നു. ദൈവമക്കളെ, നമ്മളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകുക എന്ന അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ഒരു ജാഗ്രത ഉണ്ടാകുക എന്ന അർത്ഥം. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നതല്ല, അവർക്കൊരു ജാഗ്രത ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? അവർക്കൊരു നിരീക്ഷണം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഉറങ്ങുന്നവൻ അതില്ല, ഉണർന്നിരിക്കുന്നവനാണെന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന പോലെ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. യേശു പറഞ്ഞു, അപ്പോസ്തലന്മാര് പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. പലരും പറഞ്ഞു ഉണർന്നിരിക്കണം. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ഉണര്, ഉണര്, ഉണര്. യേശു അന്ന് പറഞ്ഞത് ഇന്നും എന്ത് ചെയ്യണം? നോക്കിക്കോണം, എന്റെ അനുസരണയാണ്. യേശു അന്ന് പറഞ്ഞത് ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഉണർന്നിരിപ്പി, ഉണർന്നിരിപ്പി. യേശു പറഞ്ഞ് തന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് താൻ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് പരിശുദ്ധാത്മാവ് വന്നിട്ട് അപ്പോസ്തലന്മാരിലൂടെ എന്ത് ചെയ്യുന്നു? പറഞ്ഞു, എന്ത് ചെയ്യാ? ഉണർന്നിരിപ്പി, ഉണർന്നിരിപ്പി, ഉണർന്നിരിപ്പി. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഇപ്പം പരിശുദ്ധാത്മാവ് പ്രാപിച്ച നമ്മൾ എന്ത് ചെയ്യാണ്? പറയുക, ഉണര്, ഉണര്. സ്തോത്രം. എന്താ അർത്ഥം? ഇതുവരെ എല്ലാവരും ഒന്നും. പുതിയ നിയമത്തിൽ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നതാണ് ഉണർവ്. നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് പറയും. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ വിഷയത്തിലേക്ക് വരും. എന്തിനെല്ലാം ഉണർന്നിരിക്കണം? എന്തിനെല്ലാം ഉണർന്നിരിക്കണം? ഒരുപാട്
കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ ഞാൻ പ്രസംഗിക്കുന്നില്ല, നേരമില്ലാത്തതുകൊണ്ട്. വേഗത്തിൽ ഒരു 3-4 പോയിന്റ് മാത്രം ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ തരാം. വായിച്ചേ. 1 പത്രോസ് എഴുതിയ ലേഖനം, 1-ാമത്തെ വിഷയമാണ്. നമ്മുടെ സബ്ജക്ട് ആരംഭിക്കുകയാണ്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. പത്രോസ് 1 പത്രോസ് 5:8. ജീസസ്, ഹല്ലേലൂയ. ഉണർന്നിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുന്നു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. എന്താണ് 1-ാമത്തെ വിഷയം? എന്തിനാണ് 1-ാമതായിട്ട് ഉണർന്നിരിക്കേണ്ടത്? സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വിരോധമായി പിശാചാകുന്നവൻ തന്ത്രങ്ങൾ ഒരുക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഒരു സംശയം വേണ്ട. നീ അടങ്ങിയിരുന്നാലും പിശാച് അടങ്ങിയിരിക്കും. നീ അടങ്ങിയിരുന്നാലും പിശാച് അടങ്ങിയിരിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ദൈവകുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, അങ്ങനെ വചനം പറയുന്നു. പത്രോസ് അങ്ങനെ പറയുന്നത്. പിശാച് ആരാണ്? നമ്മുടെ പ്രതിയോഗിയാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചിന്റെ കൃപ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞടക്കുക. ഇനി ആരെയാ തെരയുന്നതെന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ അകത്ത് ഒരു റിവൈവൽ ഉള്ളവനെയാ തിരയുന്നത്. അകത്തുണർവുള്ളവനെയാ തിരയുന്നത്. ഇന്ന് പകൽ മനസ്സിലാക്കിക്കോണം. അല്ലെങ്കിൽ നിന്റെ അകത്തൊരു ഉണർവുണ്ടെങ്കിൽ ആ ഉണർവുള്ള നിന്നെയാണ് പിശാച് തിരയുന്നത്. ഇന്ന് പകൽക്കാലം നീ ഉറങ്ങിപ്പോയാൽ അവൻ നിന്നെ തകർക്കും. നീ ഉറങ്ങിപ്പോയാൽ അവൻ നിന്നെ വിഴുങ്ങിക്കളയും. നീ ഉറങ്ങിപ്പോയാൽ അവൻ നിന്നെ മുടിച്ചു കളയും. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെ ഇന്ന് പകൽ നീ ഉണരണം. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് രാമൻ പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാണ്? എന്റെ പ്രാർത്ഥനാമുറിയിൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട കാര്യമാ. സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെ നമ്മൾ ഇന്ന് പകൽ ഉണരണം. ഉണർന്നിരുന്ന് വചനം കേൾക്കണം. ഉണർന്നിരുന്ന് പ്രാപിക്കണം. ഉണർന്നോളം കേട്ടോ. ഇന്ന് പകൽ ഉണർന്നോണം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഹല്ലേലൂയ. വാ തുറന്നു വരുന്ന സിംഹം പോലെ, അലറി വരുന്ന സിംഹം പോലെ പ്രാർത്ഥിക്കുന്നവനെതിരെ, ദൈവത്തിന്റെ റിവൈവലിന് വേണ്ടി നിൽക്കുന്നവർക്കെതിരെ, ദൈവിക ഉണർവിനെതിരെ നിൽക്കുന്നവർക്കെതിരെ വിഴുങ്ങേണ്ടതിന് ശത്രുവാകുന്നവൻ വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ, ശത്രുവാകുന്നവൻ പോരാടി നിൽക്കുമ്പോൾ, ശത്രുവാകുന്നവൻ നിന്നെ തകർത്തുകളയാൻ നിൽക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം അവനെതിരെ, നിന്റെ പ്രതിയോഗിക്കെതിരെ ഉണരാൻ ഇന്ന് പകൽക്കാലം നിനക്ക് കഴിയുമെങ്കിൽ അതിനെ ജയിക്കാൻ അല്ലെങ്കിൽ നിന്റെ ഉണർവിനെ സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു ദൈവദൂത് ഇന്ന് പകൽ കൈമാറുമ്പോൾ എത്ര പേരാമേൻ പറഞ്ഞ് അത് സ്വീകരിക്കും? യേശുവിന്റെ നാമത്തിൽ പാട്ടുകാരൻ പാടുന്ന പോലെ ഉണരുക ദൈവ ജനമേ. പാടണമെന്നുണ്ട്, സമയമില്ലാത്തത് പാടുന്നില്ല. ചിന്തിച്ചു കേട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്,
സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെയാണ് ആദ്യം ഉണരേണ്ടത്. പ്രതിയോഗിയായി പിശാച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാലത്തോളം, അവന്റെ തന്ത്രങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാകാത്ത കാലത്തോളം നിന്റെ ഉണർവ് വെളിപ്പെടേണ്ട പോലെ വെളിപ്പെടത്തില്ല. അവൻ അതിന് തടസ്സമായിട്ട് നിൽക്കും, അവൻ അതിനോട് പോരാടി നിൽക്കും. ഞാൻ പറയട്ടെ, സാത്താന്റെ ശക്തിയെക്കാട്ടിലും വലുതാണ് സാത്താന്റെ തന്ത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രതിയോഗിയായിട്ട് നിൽക്കുന്ന പിശാച് അലറി വരുന്ന സിംഹം പോലെ വിഴുങ്ങേണ്ടുന്ന നിനക്കെതിരെ വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവന്റെ ശക്തിയെക്കാട്ടിലും വലുതാണ് അവന്റെ തന്ത്രം. ഒന്ന് തെളിയിക്കാം. ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ഫറവോൻ കണ്ട സ്വപ്നം ഇങ്ങനെ: ഒരു ത്രാസ്, അതിന്റെ ഒരു വശത്ത് മുഴുവനും മിസ്രൈമ്യം, മറുവശത്ത് ഒരാട്ടിൻകുട്ടി. ഈ ആടിരിക്കുന്ന ആ ത്രാസ് എന്ത് ചെയ്യാം? താണിരിക്കുന്നു. മിസ്രൈം മുഴുവനും ഇരിക്കുന്നത് പൊങ്ങി. ബൈബിളിലില്ല, ചരിത്രം പഠിക്കുമ്പോൾ ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ഉടനെ ഫറവോൻ എന്ത് ചെയ്തെന്നറിയാമോ? മന്ത്രവാദികളെ, ശകുനവാദികളെ എല്ലാരും എന്ത് ചെയ്തു? വിളിപ്പിച്ചു. എല്ലാവരും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അതെ, ഇങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടു. എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ കണ്ടിട്ട് എന്തോ പന്തികേട് പോലെ തോന്നുന്നു. സ്തോത്രം. സോ അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുന്നു. ഇവര് അവരുടേതാകുന്ന നിലയിൽ നോക്കിയിട്ട് പറഞ്ഞു, മിസ്രൈമിൽ ഒരാൺ തലമുറ ജനിക്കും. മിസ്രൈമിൽ ഒരു ആൺ തലമുറ ജനിക്കും. അവൻ മിസ്രൈമിനെ ജയിക്കും. ഇതാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഇത് വന്നതുകൊണ്ടാണ് ഫറവോൻ പറഞ്ഞത്, എബ്രായ സ്ത്രീകളിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ സ്വപ്നം തന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. ഇതെന്ത് ചെയ്തിട്ടില്ല, പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ ഫറവോന്റെ തന്ത്രം കണ്ടോ? ആൺ തലമുറകളെ തകർത്തുകളയാൻ സൂതീകർമ്മിണികളോട് എന്ത് ചെയ്യാണ്? പറയുകയാണ്. എന്തിനാ തന്ത്രം? നാളെ ഒരിക്കൽ ഈ ജനത്തെ വിടിവിക്കാൻ ഒരുത്തൻ എഴുന്നേക്കുമെന്ന് മനസ്സിലായിട്ട് അതിനെതിരെ ഫറവോൻ ഉണ്ടാക്കിയ തന്ത്രമാണ്, അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത്. എത്ര പേർക്ക് മനസ്സിലായി? പക്ഷെ ദൈവം നീതിയുള്ളവൻ. എബ്രായ സ്ത്രീകൾ ആരോഗ്യവതികളായതുകൊണ്ട് സൂതികർമ്മിണികൾ വരുന്നതിന് മുമ്പ് ഇവര് പ്രസവിച്ചു. പിശാചുകളെ തന്ത്രം ഒരുക്കിയപ്പോ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേട്ട്, പല തലമുറകളെയും നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആദ്യം പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങൾ ജനിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ തന്നെ നിങ്ങൾ ശ്വാസം മുട്ടിച്ച് എന്ത് ചെയ്തോണം, അല്ലെ കഴുത്ത് ഞെരുക്കി എന്ത് ചെയ്തോണം, കൊന്നുകളഞ്ഞോണം എന്ന് പറഞ്ഞു. പക്ഷെ ഈ സൂതികർമ്മിണികളെ സംബന്ധിച്ച് ചരിത്രം പഠിപ്പിക്കുന്നത് അവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നു. ദൈവഭയം ഉള്ളത് കൊണ്ട് ചിലതൊക്കെ എടുത്തിട്ടും അവര് കൊന്നില്ല. രാജാവിനോട് പറഞ്ഞു, അല്ലെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവര് പ്രസവിച്ചു. യേശുവിന്റെ നാമത്തിൽ ഉടനെ രാജാവ് അടുത്ത തന്ത്രമിറക്കി, അല്ലെ എങ്ങനെ ഒരു കാര്യം ചെയ്ത് ആ തലമുറകളെയെല്ലാം നൈൽ നദിയിലേക്ക് വലിച്ചെറിയുക. സ്തോത്രം. എന്തിനാ ഇത് ചെയ്യുന്നത്? ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ എന്താ പ്രശ്നം? ജനിച്ച പ്രശ്നമുണ്ടെന്ന് ഫറവോന്റെ രാജ്യത്തിനെതിരെ ഒരുത്തൻ എഴുന്നേക്കാൻ പോകുന്നു. ഇത് മനസ്സിലായത് കൊണ്ടാണ് ഫറവോൻ ആൺതലമുറകളെ കൊന്നുകളയാൻ വേണ്ടി പദ്ധതിയിട്ടത്. ഞാൻ പറയട്ടെ, പിശാച് നിനക്കെതിരെ പോരാടുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു തന്ത്രമുണ്ട്, അതിന്റെ പുറകിൽ അവനൊരു ഉദ്ദേശമുണ്ട്. അല്ലാതെ വെറുതെ പോരാടത്തില്ലെന്ന് പറഞ്ഞു വന്നതിന്റെ സാരം. എന്നാൽ അതിനെ കാണാൻ നീ ഉണരണം, അതിനെ അറിയാൻ നീ ഉണരണം, അതിനെ മനസ്സിലാക്കാൻ നീ ഉണരണം. എന്നോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിന് വിരോധമായി, നിന്റെ തലമുറകൾ
നന്മകൾക്ക് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി ശത്രുവിന്റെ ശക്തിയല്ല നീ പേടിക്കുന്നത്. അവൻ ഒരുക്കുന്ന തന്ത്രമുണ്ടല്ലോ, അവൻ ഒരുക്കുന്ന തന്ത്രം, അതാണ് നീ കണ്ടെത്തുന്നത്, അതാണ് നീ കണ്ടെത്തുന്നത്. അത് പക്ഷേ ഈ ആരാധനയിൽ പറ്റത്തില്ല, ഈ സ്തുതിയിൽ പറ്റത്തില്ല, ഈ സ്തോത്രങ്ങളിൽ പറ്റത്തില്ല. കുഞ്ഞെ നീ ഒന്ന് ഉണർന്നു കേൾക്കുക. എത്ര പേര് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കും, എത്ര പേരൊന്ന് ഉണർന്ന് പ്രാർത്ഥിക്കും. നിനക്ക് വിരോധമായി ശത്രുവാകുന്നവൻ ഒരുക്കി വച്ചിരിക്കുന്ന ചില തന്ത്രങ്ങളെ ഓടിച്ചെടുക്കാൻ നിന്റെ മേൽ ഒരു ഉണർവിന്റെ അഗ്നി ഇറങ്ങട്ടെ. നമ്മുടെ മേലൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് ഉണർന്നിരിക്കുന്നത് പോലെ നമുക്ക് ഉണർന്നിരിക്കാൻ സാധിക്കുന്നുണ്ടോ? സർദീസ് പട്ടണത്തിന് ചുറ്റും കോരേശിന്റെ പട്ടാളം വളഞ്ഞു. കോരേശിന്റെ പട്ടാളം വളഞ്ഞു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവർ അലസരായി കിടന്നുറങ്ങി. അവരലസരായി കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ശത്രു എന്ത് ചെയ്യും? പട്ടണത്തിന്റെ അകത്ത് പട്ടണത്തെ നശിപ്പിച്ചു. രാമേനത്ര വരും. കാര്യം എന്താണെന്നറിയാം? ശത്രുപക്ഷ പട്ടണത്തിന് ചുറ്റും വളഞ്ഞപ്പോ അവര് വളഞ്ഞത് എവിടാന്നറിയാമോ? അകത്തല്ല, പുറത്ത്. രാമൻ പറ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കുഞ്ഞേ, ശത്രു നിൽക്കുന്നത് നിന്റെ അകത്തല്ല, രാമൻ പറ. അവനകത്ത് കയറിയിട്ടില്ല, അവനകത്ത് കയറിയിട്ടില്ല. ദൈവം അനുവദിക്കാതെ അവനകത്ത് കയറാൻ പറ്റത്തില്ല. പട്ടണത്തിന് പുറത്താണ് അവർ നിൽക്കുന്നത്. അവരകത്ത് കയറാനുള്ള റീസൺ, അകത്തുള്ളവർ ഉറങ്ങി. അകത്തുള്ളവർ ഉറങ്ങി. മനസ്സിലാകുന്നുണ്ടോ? അകത്തുള്ളവർ ഉണർന്നിരിക്കുന്നു എന്ന് പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലായിരുന്നു എങ്കിൽ അവരകത്ത് കയറാൻ ഭയപ്പെട്ടേനെ. അകത്ത് കയറിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? അകത്തുള്ളവർ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോഴാ. മനസ്സിലായോ? അകത്തുള്ളവർ ഉറങ്ങിയെന്ന് പറഞ്ഞപ്പോ മനസ്സിലായത് കൊണ്ടാണ് എന്ത് ചെയ്തത്? പുറത്തു നിന്നവരകത്ത് കയറി ആ പട്ടണത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുക. ദൈവാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുക. നീ ഉറങ്ങിയ ചിലതകത്ത് കയറും. നീ ഉറങ്ങിയ ചിലതകത്ത് കയറും. നീ ഉണരേണ്ട സമയമായെന്ന് ദൈവാത്മാവ് പറയുന്നു. നീ ഉണരേണ്ട സമയമായെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നീ ഉണരേണ്ട സമയമായെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നീ ഉണർന്ന് പ്രാർത്ഥിക്കണ്ട, നീ ഉണർന്ന് ആരാധിക്കണ്ട, നീ ഉണർന്ന് സ്തുതിക്കണ്ട. നേരമായെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്ന് പകൽക്കാലം ആത്മാവിൽ അതൊന്ന് പ്രാപിക്കാൻ കഴിയുന്നവരൊന്ന് പ്രാപിച്ചോ. ഇന്ന് പകൽക്കാലം നിന്റെ ഹല്ലേലൂയ പല വിഷയത്തിന്റെ ചുറ്റിലും ശത്രുവാകുന്നവൻ പഴുതു നോക്കിയിരിക്കുക, പഴുതു നോക്കി നിൽക്കുക, പഴുതു നോക്കി നിൽക്കുക. കുഞ്ഞേ, നീ ഉറങ്ങരുത്. ഇന്ന് പകൽ ഉണരുക. കർത്താവേ, ഇന്ന് പകൽ ഉണർവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. ഒരു 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 ഉണർവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കുന്ന ദൈവത്തിന്റെ ഉണർവ്. എനിക്ക് ആരാധിച്ചു പോണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ പോയ സമയം തീരും, ബാക്കി എടുക്കാൻ പറ്റത്തില്ല. സർദീസ് പട്ടണമേ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രയാസം വന്നത്?
ശത്രു തന്റെ തന്ത്രം വിജയിപ്പിച്ചത് കൊണ്ടാണോ? അല്ല, അല്ല. ഞങ്ങൾ അനുവദിച്ചു കൊടുത്തത് കൊണ്ട്, ഞങ്ങൾ അനുവദിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നു, നീ അനുവദിച്ചു കൊടുത്തത് കൊണ്ട്. എങ്ങനെ അനുവദിച്ചു? നീ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ നീ ഉണർന്ന് പ്രാർത്ഥിക്കാതെ ഇരുന്നുറങ്ങിയതിന്റെ തൽഫലമായിട്ട് ചിലതും നിന്റെ അകത്തുളങ്ങളെ കയറി ഇരിക്കുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുക. ഇന്ന് വേറൊന്നും ചെയ്യണ്ട. നീ ഒന്ന് ഉണരാൻ തയ്യാറാണെങ്കിൽ, നീ ഒന്ന് ഉണരാൻ തയ്യാറാണെങ്കിൽ, നീ ഒന്ന് ഉണരാൻ തയ്യാറാണെങ്കിൽ അകത്തു കയറിയ ചിലതിനെ ഇന്ന് പകൽ എന്റെ ദൈവം അടിക്കുമെന്ന് കാത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുമ്പോൾ എത്ര പേര് ആമേൻ പറഞ്ഞ് ആത്മാവിനെ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചു സ്തുതിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ കൃപ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, ആത്മനിറവിൽ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവെന്നോട് ഇടപെടുന്നു. നീ ഉണർന്നാ മതി, ചിലതിന്ന് മാറും. നീ ഉണർന്നാ മതി, ചിലതിന്ന് മാറും. പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് പറയുന്നു. നീ ഉണർന്നാൽ, നീ ഉണർന്നാൽ, നീ ഉണർന്നാൽ ചിലത് മാറുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. നീ ഉണർന്നാൽ ചിലത് മാറും. രണ്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന രണ്ട് എക്സാമ്പിൾ പറയാം. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ. ശിംശോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സിംഹം, ബാലസിംഹം തനിക്കെതിരെ വരിക. എന്നാൽ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നപ്പോ താൻ ഉണർന്നു. രാമൻ എത്ര പേര് പറയും? ഉണർന്നു കഴിഞ്ഞപ്പോ എന്റെ പൊന്നച്ച ബൈബിൾ പഠിപ്പിക്കുന്നു, ബാലസിംഹം പോലെ കണ്ടത് പിന്നെ ആട്ടുകുട്ടിയായി. അതോ മിണ്ടുന്നില്ല. ഈ ഉണരുന്നതിന് മുമ്പാണ് സിംഹമായിട്ടൊക്കെ തോന്നുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ അത് ആട്ടുകുട്ടിയാ. എത്ര പേർക്ക് മനസ്സിലായി പറഞ്ഞത്? നിനക്കെതിരെ നിൽക്കുന്ന വിഷയം വലുതാക്കി നീ കാണണ്ട. നീ ഉണരാത്തത് കൊണ്ട് നിനക്കത് വലുതായിട്ട് തോന്നുന്നത്. പക്ഷെ നീ ഉണർന്നു കഴിഞ്ഞാൽ ഒരാട്ടുകുട്ടിയെ വലിച്ചു കീറുന്ന അല്ലെങ്കിൽ പല അനുഭവത്തോടെ നിനക്കതിനെ ചെയ്യാൻ കഴിയും. മനസ്സിലായോ പറഞ്ഞേ? പുതിയ നിയമത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം വന്നപ്പോ വളരെ സമാധാനത്തോടെ മനുഷ്യൻ പ്രാർത്ഥിച്ചത്. പക്ഷെ മെലീത്തയിൽ കയറി പാമ്പ് ചുറ്റിക്കഴിഞ്ഞപ്പോ അതോ സ്തോത്രമല്ലേ, പാമ്പ് ചുറ്റിക്കഴിഞ്ഞപ്പോഴത്തേന് ഉണർവിന്റെ ഒരു ലക്ഷണം പറയും, ഒറ്റ കുട. ഉണരാത്തവര് അണലി ഒതുക്കി വേണ്ടതില്ല. ഉണരാത്തവരെ അണലി ഒതുക്കി. ഉണരുന്നവനെ ഒതുക്കാൻ നോക്കുമ്പോൾ അവൻ അതിനെ കുടയും. ഞാൻ അതാ പറഞ്ഞു, നീ ഉണർന്നാ മതി, വിടുതൽ നടക്കും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് മകൾ നീ ഉണരാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ഈ ഉണർവ് ഇറങ്ങിച്ചെന്ന് വിടുവിക്കും. ഓ സ്തോത്രം. ഉണരണം. പ്രാർത്ഥിക്കുന്ന പാസ്റ്ററോ പ്രസംഗിക്കുന്ന പാസ്റ്ററോ ഒന്നും ഉണർന്നിട്ട് കാര്യമില്ല. നിന്റെ വിഷയത്തിന്റെ അകത്ത് നീ ഉണർന്നാൽ വിടുതലാണ്. പിശാച് എന്ന പേരിന് മറ്റൊരർത്ഥമുണ്ടെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പിശാച് എന്ന പേരിന് മറ്റൊരർത്ഥമുണ്ട്, നുഴഞ്ഞു കയറുന്നവൻ. എന്താ? നുഴഞ്ഞു കയറുന്നവൻ. സർപ്പമാണെന്നും പാമ്പാണെന്നും ഒക്കെ വേദോസം പഠിപ്പിക്കുന്നു. അപ്പൊ എന്താണ് നുഴഞ്ഞ് കയറുന്നവൻ? സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6:11 ഇങ്ങനെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഉണർവിന്റെ ഒരു ലക്ഷണമാണ് ശക്തി. നമ്മുടെ മേൽ ശക്തി വരുന്നത്, ശക്തിപ്പെടുവിൻ. പിശാചിന്റെ, അതാണ് നമ്മുടെ വിഷയം, ഒന്നാമത്തെ തന്ത്രങ്ങളോട്. അപ്പം സാത്താന്യ തന്ത്രങ്ങളെ ജയിക്കാൻ എന്ത് ചെയ്യണം? ഉണരണം.
അപ്പൊ ഒന്നാമത്തെ കാര്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കാൻ പറ്റും. ഉണർന്നു കഴിഞ്ഞാൽ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളോട് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ പറ്റും. അവന്റെ സർവായുധ വർഗം, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സർവായുധ വർഗത്തെ കുറിച്ച് പ്രസംഗിക്കാം. സ്തോത്രം. അല്ലെങ്കിൽ സർവായുധ വർഗം എത്തിക്കണം. അപ്പൊ ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം അപ്പോസ്തലൻ പറയുക, അല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണോ, നീ ഉണരണം. ആ സാത്താന്റെ തന്ത്രങ്ങളോട് എതിർക്കാൻ എന്ത് ചെയ്യണം? ഉണരണം. അതാ നമ്മുടെ ഒന്നാമത്തെ വിഷയം. എഫെസ്യർ 6:11 അങ്ങനെ പറയുന്നേ, ഒന്ന് നീ ശക്തിപ്പെടണം, അല്ലെങ്കിൽ നീ ഉണരണം കേട്ടോ. ഉണർന്നിട്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ നിനക്ക് പറ്റും. യാക്കോബിന്റെ ലേഖനം 4:7 എന്താ പറയുന്നത്? ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടി. എത്ര പേര് രാമേ പറയും? അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ക്രൈസ്തവനോട് പലരും പറയുന്നത്, പാസ്റ്റർ വർഷങ്ങളായിട്ട് പല പിശാചും കിടക്കുക, എന്ത് ചെയ്താ പോകുന്നില്ല. ഇന്നാളി ഒരാൾ ഒരു പിശാച് വെളിപ്പെട്ടപ്പം 3 ദിവസം, ഞാനല്ല കേട്ടോ, വേറെ ആരോ പ്രാർത്ഥിച്ചിങ്ങനെ ദൈവദാസം പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഒരു പിശാച് വെളിപ്പെട്ടപ്പോ പിശാചിനോട് പറഞ്ഞു, 3 ദിവസത്തെ ഫാസ്റ്റ് പ്രയറാ, സ്തോത്രം, നീ ഇന്ന് പോണം. പിശാച് പറഞ്ഞു, ഒരു 7 ദിവസം ഇരുന്നാ ഞാൻ പോവാന്ന് പറഞ്ഞു. സ്തോത്രം. ഈ പിശാചിനെ അനുസരിച്ച് ചെയ്യുന്ന ആൾക്കാരെ വേണം പറയാൻ. പിശാചിനെ പറയേണ്ട കാര്യം ഉടനെ പറഞ്ഞാൽ അന്ന് ഒരു 7 ദിവസം ഇരിക്കണം. 7 ദിവസം ഇരിക്കും. 7ാമത്തെ ദിവസം പിശാചിനോട് പറഞ്ഞു, പിശാചെ ഇപ്പൊ പോകണം. പിശാച് പറഞ്ഞ് ഒരു 21 ഇരുന്ന, ഏതായാലും ഇത്രയും വർഷം ഇരുന്നല്ലേ, ഒരു 21 ഇരുന്നപ്പോ 21 ഇരുന്നപ്പോ പിശാച് പറയാ, ഒരു 40 ഇരുന്നു. ഒന്നാലോചിച്ച്, ഓരോ വിഷയത്തിന്റെ അകത്തും പിശാച് പറയുന്ന അനുസരിച്ച് ചെയ്യുന്നേ. അവസാനം 40 ഇരുന്നപ്പോ പിശാച് പറയാ, ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നു. ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ അനുസരിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഇവിടുന്ന് പോന്നേ? അതാ പ്രശ്നം. ദൈവത്തിന് കീഴടങ്ങിയാൽ മതി, പിശാചിന് കീഴടങ്ങേണ്ട ആവശ്യമില്ല. ദൈവത്തിന് കീഴടങ്ങിയാൽ മതി. ഈ പിശാചിന് കീഴടങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പറഞ്ഞു. ദൈവത്തിന് കീഴടങ്ങാത്തത് കൊണ്ടാണ് പിശാചിന് എന്ത് ചെയ്യുന്നത്? കീഴടങ്ങേണ്ടി വരുന്നത്. പോരാട്ടമില്ലെന്ന് ഞാൻ പറയത്തില്ല, പ്രതികൂലമില്ലെന്ന് പറയത്തില്ല. പക്ഷെ നമ്മളെ പിശാച് കീഴ്പ്പെടുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോണം, നമ്മൾ എവിടെയോ ദൈവസന്നിധിയിൽ കീഴ്പ്പെടാനുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങാതെ നിനക്ക് എതിർക്കാൻ പറ്റത്തില്ല. ഇനി ഒന്നുകൂടെ പറയാം, ദൈവത്തിന് കീഴടങ്ങി നിൽക്കുന്നവന്റെ മേലാണ് ദൈവത്തിന്റെ ഉണർവ് വ്യാപരിക്കുന്നത്. എത്ര പേര് രാമൻ പറയും? ദൈവത്തിന് കീഴടങ്ങിയിട്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് നീ എതിർത്താൽ നീ അവനെ ശാസിക്കണ്ട, അല്ലെങ്കിൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകുമെന്നാണ് യാക്കോബ് പറഞ്ഞത്. നീ അവനെ ശാസിക്കാൻ നിൽക്കണ്ട, നിന്നെ വിട്ടവൻ ഓടിപ്പോകും. 2 കൊരിന്ത്യർ 2:11 എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 2:11 പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ഒന്നും വായിച്ചിട്ടില്ലേ? ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. എത്ര പേർക്ക് മനസ്സിലായി? പിശാചിന്റെ ശക്തിയെക്കാട്ടിലും വലുതാണ് പിശാചിന്റെ തന്ത്രം.
തന്ത്രം മെനഞ്ഞിട്ട് അവൻ തന്റെ ശക്തി വെളിപ്പെടുത്തത്തുള്ളൂ. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെട്ടോണം. നിങ്ങൾക്ക് പിശാചിന്റെ തന്ത്രങ്ങളെ എതിർക്കാൻ കഴിയും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, കാരണം അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളവരല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെടുന്നു. നിനക്കും നിന്റെ കുടുംബത്തിനും വിരോധമായി പിശാചൊരുക്കുന്ന ചില തന്ത്രങ്ങളെ ജയിക്കാനുള്ള ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് മകൻ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ ഇരു കൈ നീട്ടി ആ ദൂത് സ്വീകരിക്കും? അവന്റെ ശക്തിയല്ല നമ്മൾ ഇന്ന് മകൻ ജയിക്കാൻ പോകുന്നത്, അവന്റെ തന്ത്രത്തെ നമ്മൾ ജയിക്കാൻ പോവുക. അടുത്ത ദൂതിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുള്ളൂ. അല്പനേരം കരകളടിച്ച് അന്യഭാഷകളിൽ ആത്മനിറവിൽ ആരാധിച്ച് ജയമെടുത്ത് നിന്റെ ഭാവിക്ക് വിരോധമായി, നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ ഭവനത്തിന് വിരോധമായി, നിന്റെ മിനിസ്ട്രിക്ക് വിരോധമായി പിശാചൊരുക്കുന്ന ചില തന്ത്രങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നത് അതിനെ അഴിക്കത്തക്കവണ്ണം ഒരു ഉണർവ് നിന്റെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവകുഞ്ഞെ, ഒരു മതിൽ ആത്മാവിനെ കാണിക്കുക. ഒരു മതിലിന്റെ പുറത്ത് പിശാചാകുന്നവൻ ഇടിക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഇടി കേട്ടിട്ടും നിങ്ങൾ ഉറങ്ങുമായിരിക്കും, പക്ഷെ പിശാചുണ്ടല്ലോ, ആ മതില് വീഴുന്നത് വരെ അവൻ അതിനെ ഇടിക്കും. അവനൊരു ലക്ഷ്യമുണ്ട്. ചില കുടുംബങ്ങൾക്ക് വിരോധമായി, അങ്ങനെ പറയുന്നത് ചില ഭവനത്തിന് വിരോധമായി പിശാചാകുന്നവർ പോരാടിക്കൊണ്ടിരിക്കുന്ന ചില പോരാട്ടങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്നവകൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അതിനെ ജയിക്കുന്നു. ചില ഭവനങ്ങൾക്ക് വിരോധമായി പിശാചാകുന്നവർ തകർത്തുകൊണ്ടിരിക്കുന്ന ചില മേഖലകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് വിരൽ ചുറ്റി ദൂത് പറയുകയാണ്. ആത്മാവിൽ ഏറ്റെടുത്ത് ജയം പ്രാപിച്ചു. അഭിഷേകത്തിന്റെ പുറമെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ചില മതിലുകൾ ഇടിയുന്നത് വരെ അതിനെ ഇടിച്ചോണ്ടിരിക്കുന്ന അനുഭവം ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിക്കുക. പിശാചിന്റെ തന്ത്രത്തിനെ ജയിക്കാൻ നീ ഉണരണമെന്ന് ആത്മാവ് പറയുന്നു. നീ ഉണരണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവത് കാണിക്കുക. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ശക്തമായിട്ട് ഞാനത് കാണുക. മതിലിടിഞ്ഞാൽ ശത്രു അകത്തു വന്നാൽ അത് നല്ലതിനല്ല. അവൻ നല്ലതിനല്ല വരുന്നത്. ശത്രു വരുന്നത് നല്ലതിനല്ല. വചനം പറയുന്നു, അവൻ ഇടിക്കാനും പൊളിക്കാനും തകർക്കാനും അവൻ നല്ലതിനല്ല വരുന്നത്. അവൻ
അവൻ നല്ലതിനല്ല വരുന്നത്. അവൻ നല്ലതിനല്ല വരുന്നത്. ഇന്നവരെ ആത്മാവ് ജയിക്കവരെ ആത്മാവ് ജയിക്കോ, ആത്മാവ് ജയിക്കോ, ആത്മാവ് ജയിക്കോ. അല്പനേരം അല്പനേരം ഉണർന്നേരാതിക്ക്, 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 ഉണർന്നേരാതിക്ക്. ഇന്നവരെ എന്റെ വഴികളെ ഇടിച്ച് അകത്ത് കയറാൻ നോക്കുന്ന പിശാചിന്റെ പദ്ധതി യേശുവിന്റെ നാമത്തിൽ നീ ഉണർന്നാരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ചെന്ന് അതിനെ ശാസിക്കണേ. നിന്നെ ഉണർന്നുള്ള പ്രാർത്ഥന നിർത്തരുത്, ഉണർന്നുള്ള ആരാധന നിർത്തരുത്, ഉണർന്നുള്ള ഉപവാസം നിർത്തരുത്, 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 നിർത്തരുത്. പ്രാർത്ഥിക്കുക. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. ദാനിയേല് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടോ പറയുന്നേ? ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദാനിയേല് പ്രാർത്ഥിച്ചു. 21 days ഫാസ്റ്റിംഗ് പ്രയർ. ദാനിയേല് ദൈവം മാത്രം. നോട്ടീസും ഇല്ല, മൈക്കും ഇല്ല, ആൾക്കാരും ഇല്ല. ദാനിയേല് ദൈവം മാത്രം. 21 days ഫാസ്റ്റിംഗ് പ്രയർ. ശ്രദ്ധിച്ചു കേട്ടോടാ. ദാനിയേല് പ്രാർത്ഥിച്ചു. 1-ാം ദിവസം പ്രാർത്ഥന സ്വർഗത്തിലെത്തി. സ്വർഗത്തിൽ പ്രാർത്ഥന എത്തിയപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി സീൽ ചെയ്ത് സൈൻ ഇട്ട് ദൈവം അയച്ചു. സ്തോത്രം. തിരിച്ചയച്ചു. ഇത് അയച്ചത് ഒരു ദൂതന്റെ കയ്യിലാണ്. ഈ ദൂതനെ എന്ത് ചെയ്തു? പാർശ്വപ്രഭുവിന്റെ ശക്തി ആകാശമേഘ വിധാനങ്ങൾ എന്ത് ചെയ്തു? തടഞ്ഞു, തടഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ദാനിയേലിനെ നോക്കിയേ, പ്രാർത്ഥന നിർത്തിയില്ല. മിണ്ടുന്നില്ല. പ്രാർത്ഥന നിർത്തിയില്ല. ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 1-ാമത്തെ ദൂതനെ അയച്ചു, മറുപടിയെ തടഞ്ഞു. പക്ഷെങ്കിൽ ദാനിയേൽ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ദൈവത്തിന് മീഖായേലിനെ അയക്കാതിരിക്കാൻ പറ്റിയില്ല. ദൈവത്തിന് മീഖായേലിനെ അയക്കാതിരിക്കാൻ പറ്റിയില്ല. എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? നീ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ദൂതനെ കൊണ്ട് നടന്നില്ലെങ്കിൽ അടുത്ത ദൂതനെ അയച്ചു എന്റെ ദൈവം കാര്യം സ്ഥാപിക്കും. പാർശ്വപ്രഭുവിന്റെ ശക്തി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മറുപടിയെ തടഞ്ഞു. അട്ടഹസിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ദാനിയേലിലേക്ക് നോക്കുക. നിങ്ങൾ പിശാചിലേക്ക് നോക്കണ്ട. ദൈവം നോക്കിയത് പാർശ്വപ്രഭുവിനെ അല്ല. ദൈവം നോക്കിയത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനെയോ. ദൈവം നോക്കിയത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനെയോ. എന്റെ ദൈവം പറഞ്ഞു, മറുപടി കൊടുത്ത ദൂതന് യുദ്ധം അറിയത്തില്ലെങ്കിൽ സാരമില്ല, യുദ്ധം അറിയുന്ന ഒരുവൻ എന്റെ കൂടെയുണ്ട്. മീഖായേലോട് പറഞ്ഞു, മീഖായേലേ നീ പോകുക. ഇന്ന് ചിലരുടെ വിഷയത്തിന്റെ അകത്ത് പാർശ്വപ്രഭു ചില മറുപടിയുമായി വന്ന ദൂതനെ തടഞ്ഞെങ്കിൽ ആത്മാവിനോട് പറയുന്നു, നീ ഉണരാൻ തയ്യാറാണെങ്കിൽ ആ വിഷയത്തിന്റെ അകത്ത് മീഖായേലിനെ ഇപ്പോൾ ദൈവം അയക്കുന്നു. നീ ഉണരാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ദൈവം അയക്കുന്നു. ഏതൊക്കെ വഴി സാത്താൻ തന്റെ തന്ത്രം ഒരുക്കി അതിനെ അടച്ചാലും അതിനെ അടച്ചു വെച്ചാലും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഇന്ന് ദൈവത്തിന്റെ ദൂതൻ മീഖായേൽ ഇറങ്ങി അതിനെ ശാസിക്കാൻ പോവുകയാണ്. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. ഇന്നവരിൽ സാത്താനെതിരെ ജയിക്കുന്ന ദൈവത്തിന്റെ ഉണർവ് ഒരുപോലെ ദൈവത്തിന്റെ ഉണർവിന്റെ ശക്തി ഇന്നവരിൽ വചനത്തിലൂടെ
ശക്തമായി പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന്റെ കരകലനം, മറുപടി താമസിച്ചെന്ന് കരുതി ദാനിയേലിന്റെ ഉണർന്നിരുന്നുള്ള പ്രാർത്ഥന നിന്നില്ല. ദാനിയേലിന്റെ ഉണർന്നിരുന്നുള്ള ഉപവാസം നിന്നില്ല. ദാനിയേൽ പ്രാർത്ഥിച്ചു, ദാനിയേൽ ഉണർന്നിരുന്ന് ഉപവസിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ അത് കണ്ട ദൈവത്തിന് മീഖായേലിനെ അയക്കാതിരിക്കാൻ കഴിയില്ല. മീഖായേലിനെ അയക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ ദൈവം അയച്ച ചില മറുപടികൾ നിന്റെ അടുത്തേക്ക് വരാൻ താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവറിയ താമസിക്കുന്നതുകൊണ്ട് ഭാരപ്പെടരുത്. നീ ഉണർന്ന് പ്രാർത്ഥിക്കുക. ദൈവം മീഖായേലിനെ അയക്കാൻ പോവുക. ദൈവം മീഖായേലിനെ അയക്കാൻ പോവുക. നിങ്ങളെ ഒരുപാട് ആരാധിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് പ്രസംഗിക്കുന്നത്. സ്തോത്രം. നിങ്ങളെ ഒരുപാട് കൈയടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതെടുത്തത്. എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വചനം എടുത്ത് ദൈവം തരുന്ന ദൂത് പറയുന്നത്. ഇന്ന് പകൽ നിങ്ങൾ പ്രാപിച്ചോണം. പരിശുദ്ധാത്മാവിന്റെ വിടുതൽ നിങ്ങൾക്ക് കാണാം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കാണാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം മറുപടിയുമായി വന്ന ദൂതന് ശാസിക്കാൻ അധികാരമില്ല, ഫൈറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അധികാരമില്ല. ദൂതന് ഒറ്റ അധികാരമേ ഉള്ളൂ. ദൈവം തന്ന ആ മറുപടി ഹല്ലേലൂയ ദാനിയേലിന്റെ കൈ കൊടുക്കുക. അതാണ് ആദ്യം വന്ന ദൂതന്റെ ഡ്യൂട്ടി. പക്ഷെങ്കിൽ പാർശ്വപ്രഭു തടഞ്ഞപ്പോൾ അതിനെ ജയിക്കാനുള്ള കഴിവ് ആ ദൂതനില്ല. പക്ഷെ കഴിവുള്ള ദൂതൻ നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ അടുത്തുണ്ടെന്ന് എത്ര പേർക്ക് മനസ്സിലായി? കഴിവുള്ള ദൂതൻ, അതിനെ ജയിക്കാൻ കഴിവുള്ള ദൂതൻ നീ ആരാധിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന, നീ ഉപവസിക്കുന്ന, നീ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അടുത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ശക്തമായി പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. ഉറവച്ചെത്തുന്ന വന്ന അമ്മാമയോട്, സൂമിലുള്ള കർത്താവിന്റെ ദാസിയോട്, സൂമിലുള്ള നീതു സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് പറയുകയാണ്. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതിനുപോലെ ചിലതിനെ ഇടിച്ചിടിച്ച് തകർത്തുകളയാൻ പിശാച് ശ്രമിക്കുന്നു. രണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട്, മൂന്ന് കൂട്ടരോട് ദൂത് പറയുകയാണ്. ചില മറുപടികളെ തടഞ്ഞു വെച്ചിരിക്കുന്നു, ചില മറുപടികളെ തടഞ്ഞു വെക്കുന്നു, മറുപടികളെ തടഞ്ഞു വെക്കുന്നു. പക്ഷെങ്കിൽ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചു, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചു, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചു, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചു. ഒന്നാമത് വന്ന ദൂതൻ മറുപടിയുമായിട്ടാ വന്നെങ്കിൽ രണ്ടാമത് വരുന്ന ദൂതൻ വാളുമായിട്ടാ വരുന്നത്, വാളുമായിട്ടാ വരുന്നത്, ആയുധമായിട്ടാ വരുന്നത്. ഞാനത് കാണുന്നു, ഞാനത് ആത്മാവിൽ കാണുന്നു. ഒരു ഏഞ്ചലിന്റെ കയ്യിൽ മറുപടി കത്താണെങ്കിൽ മറ്റൊരു ഏഞ്ചൽ പുറകെ വരുന്നത്. അതിന്റെ കയ്യിൽ ആയുധമാണ്, ആയുധമാണ്, ആയുധമാണ്. Yes, 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 yes. സത്യോടെ ഇരുന്ന് ആരാധിക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റ് ആരാധിച്ചു, വിളിച്ചോടി ആരാധിച്ചു. ഇന്ന് പകരം വിടുതൽ നടക്കുക, വിടുതൽ നടക്കുക. ഞാൻ കാണുന്ന കാഴ്ച രണ്ട് ദൂതന്മാരെ ദൈവത്തെ കാണിക്കുന്നു. ഒന്നാമത്തെ കയ്യിൽ ഒരു കത്തുണ്ട്, ഒരു മറുപടി കത്തുണ്ട്, ഒരു മറുപടി കത്തുണ്ട്. എന്നാൽ അതിന്റെ പുറകിൽ ആയുധമായി ഒരു ദൂതം വരുന്നതിനെ കാണുന്നു. Yes, 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 yes. Urabana, Hatanama Sekele, Urama Sekarana, Olene Sekele. Rabigana, Devasikana, yes. Urabana Kalave, Sekele, oh, yes. Rabigana. Urama Sekele, Rabigana, yes. പരിശുദ്ധാത്മാവിന്റെ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കുന്നു. അതല്ല മനകളുടെ
പ്രിയ സഹോദരി വിജി സിസ്റ്ററോട് ആത്മാ പറയുന്നു, നീ ഉണർന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഈ നാടുകളിൽ നീ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. ശത്രുവാകുന്നവൻ ചില മതിലുകൾ ഇടിച്ചു പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സർവീസ് പട്ടണം പോലെ നിന്റെ കുടുംബത്തെ തകർത്തു കളയുമെന്ന് പിശാചാകുന്നവൻ വെല്ലുവിളിക്കുന്നു. നിന്റെ ഭവനത്തിന്റെ അകത്ത് ഉണർവിന്റെ ചില ആരംഭങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ചില തകർച്ചകൾ ഉണ്ടാക്കാൻ പിശാച് ശ്രമിക്കുന്നുണ്ട്. ആത്മാവ് പറയുന്നു, നീ ഉണര്, ആത്മാവിൽ ഉണർന്ന് നിന്റെ ഭവനത്തിന് വേണ്ടി ശക്തമായി നീ പ്രാർത്ഥിക്കാൻ. ദൈവാത്മാവ് ഇടപെട്ടവർ ശക്തമായി പ്രാർത്ഥിച്ചോണം കേട്ടോ. സൂമിലുള്ള രണ്ടുപേര്, കർത്താവിന്റെ ദാസി നീതി സിസ്റ്റർ പ്രാർത്ഥിച്ചു, വിജി സിസ്റ്റർ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചു. ദൈവം തരുന്ന ആലോചനകൾ ഇന്നു പകൽ അല്ലെങ്കിൽ കണ്ണുമടച്ച് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ആത്മനിയോഗത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ദൂതൻ ചിലത് ചെയ്യും. കല്ലിൽ അത് പറയാൻ കാര്യം എങ്ങനെന്നറിയാമോ? ദൂതനെക്കാട്ടിലും ശ്രേഷ്ഠനാ ഞാനും നീയും. ദൂതനെക്കാട്ടിലും ശ്രേഷ്ഠനാ ഞാനും നീയും. ദൂതനെക്കാട്ടിലും ശ്രേഷ്ഠനാ നമ്മള്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവിൽ പറഞ്ഞു, നിനക്ക് വേണ്ടി ദൈവം ദൂതനെ അയക്കും. കാരണം ദൂതനെക്കാട്ടിലും ശ്രേഷ്ഠനാണ്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച. അവിടെ നിന്നാ തീരത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് നിർത്തി. ഒന്ന്, സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെ ഉണർന്നിരിക്കണം. രണ്ട്, അപ്പോസ്തല പ്രവൃത്തി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം. മത്തായി 26:41. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ മതി ഉണർന്നിരുന്ന്. രണ്ടാമത്തത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണരണം. ഉണരേണ്ടതൊക്കെ ഇതിനൊക്കെ ഉണർന്നിട്ട് മതി ബാക്കിയുള്ളവരെ ഉണർത്തുന്ന പുസ്തകം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ പരീക്ഷ വരുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരം. അവർക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ പരീക്ഷയാണെങ്കിലും ശത്രു ഒരുക്കുന്നതാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രതീക്ഷിക്കുന്ന നേരത്താകത്തില്ല. പിന്നെ എപ്പോഴാ? പ്രതീക്ഷിക്കാത്ത. ഒരിക്കലും പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ, അടുത്ത ആഴ്ച 19-ാം തീയതി നിങ്ങളുടെ ലൈഫിൽ ഒരു പരീക്ഷ വരുന്നു, നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കണം എന്ന് അനൗൺസ്മെന്റ് ചെയ്തിട്ടൊന്നും അല്ലെന്ന് പരീക്ഷ വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും, പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും നിന്റെ ജീവിതത്തിൽ പരീക്ഷ വരുന്നത്. അങ്ങനെ വന്നവരിനകത്തിരിപ്പുണ്ട്, അങ്ങനെ വന്നവര് സൂമിലിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നെ വിരൽ ചൂണ്ടി പറയുന്നു, നീ ഉണർന്നാൽ നിനക്ക് ജയിക്കാം. ആ പരീക്ഷകളെ നിനക്ക് ജയിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾക്കൊരു പരീക്ഷ ഉണ്ടായെന്നിരിക്കട്ടെ, അതിനൊപ്പം നിങ്ങൾക്ക് പരിഹാരമുണ്ട്. സഹിച്ചുകൂടാത്ത പരീക്ഷയിലേക്ക് നിന്റെ ദൈവം നിന്നെ തള്ളിയിടത്തില്ല. ഒരു ക്യാൻസർ, ഒരു രോഗം ഒരു സഹോദരിക്ക് വന്നപ്പോൾ ആ സഹോദരി പറഞ്ഞ വാക്കിനാണ്, ഹല്ലേലൂയ, അത് സഹിക്കാനുള്ള കൃപ എനിക്കുണ്ടെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം എനിക്കത് തന്നത്. ജീവിതത്തിൽ പലവിധമാകുന്ന പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന മാന്യ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം, അല്ലെങ്കിൽ ചിലർക്ക് ചെറിയ പരീക്ഷയായിരിക്കും, നിനക്ക് ചിലപ്പോൾ വലിയ പരീക്ഷയായിരിക്കും. വലിയ പരീക്ഷകളിലൂടെ ആയിരിക്കും നീ ചിലപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നീ മനസ്സിലാക്കിക്കോണം, നിനക്കത് സഹിക്കാനുള്ള കൃപയുണ്ടെന്ന് ദൈവത്തിനറിയാം. അത് മറ്റൊരാൾക്ക് കൊടുത്താൽ അവൻ താങ്ങത്തില്ല. മറ്റൊരാൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിനറിയാം, ചിലപ്പോ അവൻ കയറെടുക്കും.
ചിലപ്പോ അവൻ പോയിസം മേടിക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? പോയിസനും കയറും ഒന്നും എടുക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പരീക്ഷയുടെ നടുവിൽ നിൽക്കാൻ ഒരു കൃപ ദൈവം തരുന്നുണ്ട്. ഒരു കൃപ ദൈവം തരുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്നേ ജീവൻ ഒടുക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായവർ, എന്നേ ജീവിതം അടുത്ത് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാമെന്ന് ചിന്തിച്ചവർ ഇത് കേൾക്കുന്നുണ്ടെന്ന് ആത്മാവ് വിവേചിക്കുന്നു. പ്രതീക്ഷിക്കുന്ന സമയത്തല്ല, പ്രതീക്ഷിക്കാത്ത സമയത്തെ പരീക്ഷ വരത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. അതിനൊരു റീസണും കൂടെ കർത്താവ് പറഞ്ഞു. കാരണം നിങ്ങളുടെ ജഡം ബലഹീനം. ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിൽ പോലും നിങ്ങളുടെ ജഡം ബലഹീനം. ഗതസമനയിൽ 3 ആവർത്തി പ്രാർത്ഥിച്ച്. എങ്ങനെ പ്രാർത്ഥിച്ചു? ഞാൻ മുമ്പേ പറഞ്ഞു, ചോര നീരാക്കി പ്രാർത്ഥിച്ച് മടങ്ങി വന്നപ്പോ ഉറങ്ങുക. യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ ആള് വന്ന് യേശുക്രിസ്തുവിനെ വിലങ്ങ് വെക്കുന്നത് കണ്ടപ്പോൾ ഉണർന്നുവെന്ന് കണ്ണും തിരുമ്മിക്കൊണ്ട് പത്രോസ് വരുന്നത്. പത്രോസ് കണ്ണും തിരുമ്മിക്കൊണ്ട് വരിക. ആദ്യം വന്ന സമയത്ത് പത്രോസും യേശുവേ ഉള്ളായിരുന്നു. 3ാമത്തെ ഉറക്കം കഴിഞ്ഞ് കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്നപ്പോ പത്രോസ് കാണുന്നത് യേശുവിന്റെ കയ്യില് വിലങ്ങിടുന്നതാണ്. യേശുവിന് ചുറ്റും ആളെ നിൽക്കുന്നതാണ്. ക്രൈസ്തലോ ഒരുത്തം വിലങ്ങിട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് പത്രോസ് നോക്കിക്കൊണ്ടും പ്രാർത്ഥിക്കാൻ വരുമ്പോ വാളുമായിട്ട് വരും. അതൊക്കെ വിവേചിക്കുന്നതാ. അത് പ്രസംഗിച്ചാൽ ചിലപ്പോ ഈ ഒരു അന്തരീക്ഷം മാറും. അതുകൊണ്ട് എന്തായാലും പിന്നെ എപ്പോഴേലും പ്രസംഗിക്കാം, അന്തരീക്ഷം മാറും. ഇത് കണ്ട് ഓടി വന്നിട്ട് എന്താ ചെയ്തേ? ചെവി ഒച്ച മുറിക്കില്ല. യേശുക്രിസ്തു എന്താ പറഞ്ഞേ? പത്രോസേ, വാളെടുത്ത് ഉറയിലിട്. വാളെടുക്കുന്നവൻ എന്താ കാര്യം എന്നറിയാമോ? ഉണർന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കാര്യം പിടിക്കുക. ഉണർന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കാര്യമില്ലതാണെന്ന് മനസ്സിലായേനെ. ഉറങ്ങി കണ്ണും തിരുമി വന്നപ്പോഴാണ് ഈ പരീക്ഷ എന്താണെന്ന് പത്രോസിന് മനസ്സിലായില്ല. അതിലൂടെ കടന്നു പോകണമെന്നുള്ളത് പിതാവിന്റെ ഹിതമായിരുന്നു, പിതാവിന്റെ ഇഷ്ടമായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പറ, ഉണരണം. ഉണരാത്തത് കൊണ്ടാണ് നീ പറയുന്നത് ദൈവം എന്റെ പ്രാർത്ഥന ഇത് നിനക്ക് ദൈവം അനുവദിച്ചതാണ്. മിണ്ടുന്നില്ല. സ്വന്തം നീ ഉണരാത്തത് കൊണ്ടാണ് നിനക്കിത് പ്രതികൂലമായിട്ട് തോന്നുന്നത്. ഉണരാത്തത് കൊണ്ടാണ് നിനക്കിത് ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. പക്ഷെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച യേശുവിന് മനസ്സിലായി പിതാവിന്റെ നാഴിക വന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇത് പോരാട്ടമാണോ, ഇത് പരീക്ഷയാണോ തിരിച്ചറിയാൻ പറ്റുന്നു. അല്ലാതെ പൊതച്ചു മൂടി കിടക്കുന്നവനെന്ന് പറയും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കറിയാം ഇത് പോരാട്ടമാണോ, ഇത് പരീക്ഷയാണോ, ഇത് ദൈവം അനുവദിച്ചിട്ടാണോ, ദൈവം അനുവദിക്കാതെയാണോ എന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കറിയാം. സ്തോത്രം. ഞാൻ അവിടെ കൊണ്ട് ആ ഭാഗം നിർത്തുക. ഈ 2 കൂടെ പറയാനുള്ളത് കൊണ്ട് ആ 2 മസ്റ്റായിട്ടും പറയണം. അതുകൊണ്ടാ ഇത് വലുതായിട്ട് വിവരിക്കാത്തത്. 3ാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29 മുതൽ ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 20-29 മുതൽ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ഇപ്പോഴുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞു. ശിഷ്യന്മാരെ ആരുടെ പിന്നാലെ ഈ കേറി വരുന്ന ഇവരുടെ പിന്നാലെ ശിഷ്യന്മാരെ കൊണ്ടുപോകാൻ വേണ്ടി ഉപദേശങ്ങൾക്ക് വിപരീതമായിട്ട് എന്ത് ചെയ്യും? പ്രസംഗിക്കും, പ്രസ്താവിക്കും. എഴുന്നേക്കും. എവിടെ എഴുന്നേക്കും? സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ നിന്ന്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക്
ഇങ്ങനെയുള്ളതും കൂടെ ഉണ്ട്. അതാ പറയുന്നത് ഉണരണം. വായിച്ചു. അതുകൊണ്ട് ഉണർന്നിരിക്കും. പൗലോസ് പറയാ, എന്റെ കാലശേഷം കഴിഞ്ഞു, എന്റെ സമയം കഴിഞ്ഞു, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളിടത്തോളം കാലം ഒരുത്തനും ഇതിനകത്ത് കയറത്തില്ല. ആ ഉറപ്പ് പൗലോസിനുണ്ട്. കാരണം പൗലോസ് ഉണർന്നിരിക്കുന്ന ഭക്തനാണ്, ഉണർന്നിരിക്കുന്ന അപ്പോസ്തലനാണ്. പൗലോസ് പറയാ, ഹല്ലേലൂയ, സ്തോത്രം. ലൂക്കോസ് അവിടെ എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ. എന്താ? നിങ്ങൾ ഉണർന്നിരിക്കണം. എന്തിനാ ഉണർന്നിരിക്കേണ്ടത്? മൂന്നാമത്തെ കാര്യം, ദുരുപദേശങ്ങൾക്കെതിരെ നിങ്ങൾ ഉണരണം. സ്തോത്രത്തിൽ പറയും. മൂന്നാമത്തെ വിഷയം, മക്കളെ കേട്ടോണം, പിള്ളേര് കേട്ടോണം, നിങ്ങളാണ് മെയിനായിട്ട് കേൾക്കണം. ദുരുപദേശങ്ങൾക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഒരു ഹല്ലേലൂയ എത്ര പേര് പാടും? സ്തോത്രം. മൂപ്പന്മാരോടാണ് പറയുന്നത്, അല്ലാതെ ചെറിയ പുള്ളികളോടൊന്നും അല്ല. എഫെസോസിലെ മൂപ്പന്മാരോടാ പറയുന്നത്, എന്റെ ശിഷ്യന്മാരെ ദുരുപദേശം പറഞ്ഞും പ്രസ്താവിച്ചും അവരെ വലിച്ചുകൊണ്ട് പോകും. ഇതിന്റെ ഇടയിൽ തന്നെ ചിലത് ഇരിപ്പുണ്ട്. അവരെ പൗലോസ് വിളിച്ച പേരാ ചെന്നായ്ക്കൾ. കൊടിയ വെറും ചെന്നായ്ക്കളല്ല, കൊടിയ ചെന്നായ്ക്കൾ. നമ്മളെ വിളിച്ചാലാ പ്രശ്നം, പൗലോസ് വിളിച്ചപ്പോ കുഴപ്പമൊന്നും. ഇഷ്ടംപോലെ ദുരുപദേശക്കാർ ഇന്ന് പെന്തക്കോസ്തിന്റെ അകത്തുണ്ട്, ഈ ലോകത്തിലുണ്ട്. മാന്യ ദൈവ കുഞ്ഞുങ്ങളെ, വാത്സല്യ ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിനക്കിതിനെ വിവേചിച്ചറിയണമെങ്കിൽ നീ ഉണരണം. സ്തോത്രം. ഒരു ദുരുപദേശവും ഞാൻ അംഗീകരിക്കുന്നു. ഒരു ദുരുപദേശം ഇവിടെ ഞാൻ പ്രസംഗിപ്പിക്കത്തുമില്ല, ഞാൻ പ്രസംഗിക്കത്തുമില്ല. അങ്ങനെയുള്ളവരുടെ പ്രസംഗം ഞാൻ കേട്ടു. ഒരു കൂട്ടർ പറയുന്നു, മഹോപദ്രവ പീഡന കാലഘട്ടത്തിൽ ദൈവസഭ ഇവിടെ കാണും. ആ പറഞ്ഞ പുള്ളി കാണും. അതുകൊണ്ടാ പുള്ളി അത് അത്രയ്ക്ക് ധൈര്യം പറയും. പോകുന്നവര് പോവും, പുള്ളി ഇവിടെ കാണും. ഇനി അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടു, അത് ദുരുപദേശമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം ആരംഭം, അനന്തരം എന്ന വാക്ക് എഴുതിയത് ചരിത്രം ഒന്ന് പഠിക്കണം. അനന്തരം എന്ന് പറഞ്ഞാൽ ദൈവസഭ എടുക്കപ്പെട്ട് സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞതിന് ശേഷം, അതിനുശേഷം ആ ദൂതനായിരിക്കും. കഴിഞ്ഞ ദിവസം ജെയിംസൻ എനിക്കൊരു വീഡിയോ അയച്ചു. സ്തോത്രം. ദൂതനൂതന്റെ കാഹളം വന്ന് പാസ്റ്ററാണോ എനിക്കറിയത്തില്ല. ഒരാള് പറഞ്ഞത് ചെയ്യാം, ഊതുക. ആദ്യം എന്ത് ചെയ്തു? നുക ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതൊരു കമ്പെടുത്ത് ഓടിച്ചു. ഞാൻ ആ വീഡിയോ കണ്ടു. നുക ഓടിക്കട്ടെ എന്ന് പറയുമ്പോ ആ പാസ്റ്ററെ ഭയങ്കര ബന്ധപ്പെട്ട് നല്ല ചുള്ളിക്കുമ്പോ വല്ലതും കൊടുക്കാനുള്ള, അതും പെട്ടെന്ന് ഓടിക്കാൻ. സ്തോത്രം. വലിയ കമ്പ് എടുത്തിട്ട് ഓടിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഭയങ്കര പാട്. നുക ഓടിയുന്നു പ്ലസ് 7 കാഹളം. അത് എപ്പോഴാ ഊതുന്നേ? സഭ എടുക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ ദൂതന്മാരാണ് ഊതുന്നത്. ഇവിടെ ഊതിക്കൊണ്ടിരിക്കുക. നോയിക്കൊണ്ട് സഭയ്ക്കകത്ത് ദുരുപദേശം. സ്തോത്രം. ഞാനൊരു കൺവെൻഷന് പോയപ്പോ, പറയുന്നൊന്നുമില്ല, ഒരു കൺവെൻഷന് ഇതുപോലെ പോയ സമയത്ത്, കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോരുന്ന സമയത്ത് ഏറ്റവും അവസാനം ഡ്രമ്മും കാര്യങ്ങളും, ഏറ്റവും അവസാനം ഭയങ്കര മ്യൂസിക് സംഭവം. കുറച്ച് കഴിയുമ്പോഴത്തേന് ചെണ്ടയൊക്കെ വന്നു. ചെണ്ടയൊക്കെ വന്ന് എല്ലാവരും കൂടെ കൊട്ട. കൺവെൻഷൻ തീരുന്ന സമയത്ത് ഒരു കൺവെൻഷന് പറയുന്നൊന്നുമില്ല. സ്തോത്രം.
ഏതാണെന്നും പറയുന്നില്ല, കണ്ട കാര്യമാണ് പറയുന്നത്, കാണാത്ത ഒന്നും പറയത്തില്ല. ഒരു കൺവെൻഷന് ആരാധന ഇതെല്ലാം കഴിഞ്ഞിട്ട്, പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു സിനിമാ പാട്ട്, ഒരു ക്രിസ്ത്യൻ പാട്ട് പോലത്തെ സിനിമാ പാട്ടാണ്, അതിട്ട് പിള്ളേർ പുൽപ്പിറ്റ് ചെയ്ത് ഡാൻസ് കളിക്കുക. സ്തോത്രം. നോക്കിയേ എന്തെല്ലാം കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ പഠിപ്പിക്കലാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതൊക്കെ പിന്നെ സ്തോത്രം എങ്ങനെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാന്ന് പറയാം. പഠിപ്പിക്കലാണ് വലിയ പ്രോബ്ലം. ഒരാള് എന്താണ് പഠിപ്പിച്ചു, നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, നമ്മുടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നമ്മുടെ ശരീരം, നമ്മുടെ മുഖവും നമ്മുടെ ശരീരം ഈ പ്രാകൃത ശരീരം പോലെ തന്നെ ആയിരിക്കും. ഈ പ്രാകൃത ശരീരം പോലെ തന്നെ ആയിരിക്കുമല്ലോ. സ്തോത്രം. ഇത് പഠിപ്പിച്ചു. ഇത് കേട്ടവരെല്ലാം പോയി പ്രസംഗിക്കുന്നത് എന്താ? ഇത് ഒരാളാ പഠിപ്പിച്ചത്, പക്ഷെ 40 പേരായിരിക്കും എന്ത് ചെയ്തത്? പ്രസംഗിക്കുന്നത്. 400 പേരായിരിക്കും ആ പ്രസംഗം കേൾക്കുന്നത്. നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, ആദ്യം എഴുന്നേറ്റില്ലെങ്കിൽ രണ്ടാമതെങ്കിലും എഴുന്നേൽക്കും. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഏത് ശരീരമാണ്? ഈ പ്രാകൃത ശരീരം തന്നെ ആണെന്ന്. അപ്പൊ പൗലോസും പറയുന്ന ആത്മീയ ശരീരം അവിടെ പോയി. ഭൗമിക ശരീരം മാറി സ്വർഗീയ ശരീരമാകത്തില്ലേ? അതൊക്കെ എവിടെ പോയി? എന്നിട്ട് വീണ്ടും പഠിപ്പിച്ചൊരു കാര്യം, നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാനാ പറയുന്നത്. സ്തോത്രം. വീണ്ടും പഠിപ്പിച്ചൊരു കാര്യം, നമ്മള് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നമുക്ക് ആർക്കും പരസ്പരം നമ്മളെ, എന്റെ പപ്പ എനിക്കറിയത്തില്ല, എന്റെ അമ്മ എനിക്കറിയത്തില്ല, എനിക്ക് ആരെ അറിയത്തില്ല. സ്തോത്രം. യേശുക്രിസ്തു മറിയേ എന്നൊരു വിളി വിളിച്ചു അല്ലേ? അറിയത്തില്ലെങ്കിൽ ക്രിസ്തു എങ്ങനെ മറിയെ മനസ്സിലായി? യേശുക്രിസ്തു തന്റെ കൈയുടെ പാടൊക്കെ കാണിച്ചു അല്ലേ? ഉടനെ അവരെന്താ പറഞ്ഞത്? റബ്ബി. സ്തോത്രം. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും പരസ്പരം അറിയാം. അറിയാതിരിക്കത്തൊന്നില്ല. വചനം വെച്ച് പഠിക്കണം. എല്ലാവർക്കും പരസ്പരം അറിയാം. പക്ഷെങ്കിൽ എന്റെ പപ്പയാണെന്ന് കരുതി അങ്ങോട്ട് പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. അറിയാം, അവിടെ വെച്ച് എല്ലാം അറിയാം. എങ്ങനെയായിരുന്നു അറിയാം, കയ്യിരിപ്പും അറിയാം, സ്വഭാവം അറിയാം, എല്ലാം എല്ലായിടത്തും. ഞാൻ പറഞ്ഞു വന്ന ദുരുപദേശങ്ങളുടെ വലിയൊരു കൂമ്പാരമാണ് നമ്മളിപ്പോ നിൽക്കുന്ന വിശ്വാസഗോളം. പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ അറിയാൻ നീ ഉണരണം. വായിച്ചോ, 1 തിമത്തിയോസ് 6:3. പെട്ടെന്ന് 1 തിമത്തിയോസ് 6:3. നമ്മുടെ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ. അപ്പം ഒന്ന്, ദൈവത്തിന്റെ വചനം എങ്ങനെയുള്ള വചനമാണ്? പത്യവചനമാണ്. അർത്ഥം മായം ചേർക്കാത്തതാണ്. ഉപദേശത്തിൽ മായം ചേർക്കരുത്. ഉപദേശത്തിൽ മായം ചേർക്കരുത്. അടുത്തത്, അടുത്തോ, ഉള്ള ഭക്തി ഇല്ലാതാക്കുന്ന ഉപദേശമല്ല, ഭക്തിയിൽ നിന്നെ നിർത്തുന്ന ഉപദേശമാണ്. അടുത്തത്, ഇനി ഇതനുസരിക്കാതെ അന്യത ദുരുപദേശം ഉപദേശിക്കുന്നവൻ ഒന്നും, അവനെന്തോ ഇല്ല, ഒരു വിവരവും ഇല്ല. അടുത്തത്, തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ഞാനിത്
എക്സ്പ്ലെയിൻ ചെയ്യണോ? സ്തോത്രം. സമയവും ഇല്ല. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ കുറെ പറയാറ്. കാരണം ഇത്രയും നേരം ആത്മാവിൽ ആരാധിച്ചിട്ട് ഇതൂടെ വേണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ദുരിതോപദേശമേ, ദുരിതോപദേശക്കാർ എങ്ങനെയായിരിക്കും? ഒന്നുകൂടെ വായിച്ച അമ്മാമേ ഭാഗം. ആ ആ ആ ആ ഉപദേശിക്കുന്നവനെ കുറിച്ച്, ദുരുപദേശം ചെയ്യുന്നവനെ കുറിച്ച് പറയുന്നത്. അവൻ ഒരു വിവരവും ഇല്ല. അടുത്തത്, അവനൊരു തിരിച്ചറിവില്ല. അടുത്തത്, അവൻ എന്തായിരിക്കും? എപ്പോഴും തർക്കമില്ല. എപ്പോഴും എന്തായിരിക്കും? വാഗ്വാദമായിരിക്കും. ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കും. അടുത്തത്, അവയാൽ അസൂയ, ചണ്ട, ദൂഷണം, മതി. ഇനിയെങ്കിലും ഉണർന്നിരുന്ന് നോക്കിക്കോണം. ഇങ്ങനെയുള്ളതിന്റെ അകത്തൊക്കെ എന്തോ പന്തികളുണ്ട് കേട്ടോ. വിവേചിച്ചു നോക്കിക്കോണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാൻ നേരം എടുക്കത്തില്ല. നിങ്ങൾ വായിച്ചാൽ മതി. 2 പീറ്റർ, പത്രോസിന്റെ 2-ാം ലേഖനം 2:1. ദൈവാത്മാവ് തന്ന ചില കാര്യങ്ങൾ പറയണം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ഇത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അപ്പോസ്തലന്മാർ എഴുതിയ കാര്യമാണ്. എത്ര പേർക്ക് മനസ്സിലായി? കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട്, ഉണ്ടാകും. ഒപ്പം ദുരുപദേശകന്മാരും. പൗലോസിന്റെ അടുത്ത് വന്ന് ഒരു വെളിച്ചപ്പാടത്തെ സ്ത്രീ ഒരു പ്രവചനം പ്രവചിച്ചു. എന്തോ പ്രവചനമാണ്! സ്തോത്രം. അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിൽ ഇവിടെ കണ്ടായിരുന്നു. ഹല്ലേലൂയ. അല്ലേ? എന്തോ പ്രവചനം പ്രവചിച്ചു. എന്തെങ്കിലും തെറ്റുണ്ടോ വെച്ചാ? ഒരു തെറ്റുമില്ല. പക്ഷേ പൗലോസിന് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവിലല്ല. ഒറ്റ ശാസനം. അവിടെ കൊണ്ട് പ്രവചനവും തീർന്നു, ശുശ്രൂഷയും തീർന്നു. വിവേചിച്ചോണം കേട്ടോ. ഉണർന്നിരുന്ന് വിവേചിച്ചോണം. എല്ലാത്തിന്റെ കൈക്കീഴെ കൊണ്ടുപോയി നിന്റെ തല വെച്ച് കൊടുക്കരുത്. സ്തോത്രം. വിവേചിക്കണം. ഞാനിപ്പോ വിവേചിക്കണമെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ കാലം അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. ഞാൻ ഒരിക്കലും ഒരു പാസ്റ്ററുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി. പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ആ കുടുംബത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞങ്ങൾക്ക് വലിയൊരു വിഷയം. അച്ഛൻ ഒന്ന് മാനസാന്തരപ്പെട്ട് ശരിയായി വരണം. അതുകൊണ്ട് പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പോയി പ്രാർത്ഥിച്ചു, ദൈവാലോചന പറഞ്ഞു, സംസാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ, മറ്റൊരാളെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാം എന്ന് വിചാരിച്ചു. അദ്ദേഹം അങ്ങോട്ട് കയറി ചെന്നപ്പം 2 നില വീട്, 3 കാർ ഇട്ടു. ഇത് കണ്ടപ്പോ തന്നെ ദൈവം കൊടുത്ത പ്രവചനം എല്ലാം മറന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തുടങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ബാക്കി സമയം എടുത്തു. അച്ഛന്റെ തലയിലോട്ട് കൈ വെച്ചിട്ട് പറയുക, അച്ഛന്റെ ദൈവം മാനിക്കാൻ പോവുക എന്ന് വെച്ചാ കുടിലിൽ കിടക്കുന്ന പോലെ പറയുന്നു. കുടിലിനെ കിടക്കുന്ന പോലെ പറയുന്നു അച്ഛന്റെ ദൈവം. അച്ഛൻ അനുഗ്രഹം കൊണ്ട് ആകപ്പാടെ വയ്യാതിരിക്കും. ആ സമയത്താണ് വീണ്ടും പറയുന്നത്, അച്ഛനെ ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? അച്ഛ 3 കാറില്ലേ, 1 കാർ ഏതിൽ ആർക്കെങ്കിലും കൊടുക്കാനാ ഞാൻ പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് പറയും, അനുഗ്രഹിക്കാം. അങ്ങനെ അച്ഛനെ പുകഴ്ത്തുന്ന പ്രവചനങ്ങൾ എന്ത് ചെയ്തു? കയറി വന്നു. ഞാൻ പതുക്കെ ബൈബിൾ അടച്ച് സിപ്പിട്ടു. എനിക്ക് മനസ്സിലായി കൃപയെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? അച്ഛനെ വിഷമിപ്പിക്കാൻ. കർത്താവ് വിഷമിച്ചാലും കുഴപ്പമില്ല, അച്ഛൻ എന്ത് ചെയ്തു? വിഷമിക്കും. അച്ഛൻ ഒരു തുക എടുത്ത് എന്ത് ചെയ്തു? ഇതിനു വേണ്ടിയിട്ടാ, അല്ലാതെ വേറെന്താ?
അച്ഛനുമായിട്ടൊരു കോണ്ടാക്ട് എത്തിക്കണം, നിർത്തണം. ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ കാറേരി ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, വിളിച്ചിട്ട് മേലെ ഞാൻ ഒരു മീറ്റിംഗിൽ വിളിക്കുന്നില്ല, എന്നെ വെറുതെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട്. എന്താ പോസ്റ്റ് അങ്ങനെ പറഞ്ഞു? നിങ്ങളൊന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജഡത്തിലല്ലേ മാസ്റ്റർ നിങ്ങൾ പ്രവചിച്ചെന്ന് ചോദിച്ചു. അല്ല മാസ്റ്റർ, ആത്മാവില. അപ്പം നിങ്ങളുടെ അകത്തുള്ള ആത്മാവ് പരിശുദ്ധാത്മാവല്ല. ആത്മാവിലാണെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള ആത്മാവ് ദൈവാത്മാവല്ല. എന്റെ അകത്തുള്ള ആത്മാവ് ദൈവാത്മാവാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ എന്തോ പറഞ്ഞോ അതിനെല്ലാം വിപരീതമായിട്ട് നിങ്ങൾ കിട്ടും. ഞാൻ മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ് പള്ളി കയറണ്ട, ആ രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു. മിണ്ടുന്നില്ല. ഞാൻ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പ്രവചനം എങ്ങനെ വന്നേ? അച്ഛൻ പള്ളി കയറണ്ട, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ദൈവം ചെയ്തോളൂ. ആ രീതിയിലാണ് നിങ്ങൾ പ്രവചിച്ചു. ഇതെങ്ങനെ ശരിയാവില്ല. അന്നത്തോടെ ഞാൻ ആ കോണ്ടാക്ട് നിർത്തി. ഞാൻ പറഞ്ഞു വന്നത്, ആളെ നോക്കിയും വീട് നോക്കിയും രൂപം നോക്കിയും നിറം നോക്കിയും ഒക്കെ പ്രവചിക്കുന്ന കള്ളപ്രവാചകന്മാർ ഇപ്പം വിശ്വാസ സമൂഹത്തിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും, സാരമില്ല. ആന്റി യൂട്യൂബിൽ ഈ പ്രസംഗത്തിന്റെ കമന്റ് ബോക്സ് ഒന്ന് ബ്ലോക്ക് ചെയ്തു. സ്വതന്ത്രം കമന്റ് ബോക്സ് അങ്ങ് ബ്ലോക്ക് ചെയ്തു. കേൾക്കുന്നവരെല്ലാം കേൾക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ആത്മാവിൽ പറയാം, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ദൈവത്തിന്റെ പത്യോപദേശത്തെ അതിൻ്റെതാകുന്ന നിലയിൽ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അടുത്തത് യൂദ 1:18 വായിക്കാം. ഇതെല്ലാം പറഞ്ഞിട്ട് ഇന്ന് ആശീർവാദം പറയുന്നു. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ എന്ത് ചെയ്യും? ഉണ്ടാകും. എത്രപേർക്ക് മനസ്സിലായി? ഒന്നുകൂടെ വായിച്ചോ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുമ്പോൾ പരിഹാസികൾ ഉണ്ടാകുമെന്ന്. അടുത്ത വാക്യം, അവർ ഭിന്നത ഉണ്ടാക്കും. പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ ആധാരമാക്കി ആ ആ ആ ആ ആ മതി. അതെനിക്ക് ശരിക്കും പറയണമെന്നുണ്ട്. ഒന്നുകൂടെ വായിച്ചാൽ മതി. അന്ത്യകാലം, അതായത് ഈ കാലം. ഭക്തികെട്ട മോഹങ്ങൾ എന്ന് വെച്ചാൽ ദൈവത്തിനും ദൈവവചനത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് നടക്കുന്ന അവരെ വചനം പറയുന്നു, അവർ പരിഹാസികളാണ്. അടുത്ത പറഞ്ഞു, അടുത്ത ഇവരെവിടെ കയറുന്നു അവിടെ തമ്മിൽ കൂട്ടിയിടുന്നു. അടുത്തത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, അയ്യോ സ്തോത്രം, ഒറ്റ നോട്ടം കണ്ടാൽ മതി. ചിലതിനെ കണ്ട മുട്ടനാട് പോലെ, മുട്ടനാടേ ചിലതിനെ കണ്ട ഇല്ലടാ. എറണാകുളം സൈഡിലൊക്കെ പോകുമ്പോ പറയുമ്പോഴാ മനസ്സിലാവുന്ന വിശ്വാസിയാണ്. അവിടെ കൂടുന്നതാണ് പറയുമ്പോൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാകുന്നത്. സ്തോത്രം, രൂപം കാണണം. അയ്യോ സ്തോത്രം, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എന്നാലും കീറിയത് ഇടത്തും. ഞാൻ പറഞ്ഞല്ലെന്ന് വചനം എഴുതി വെച്ചിരിക്കുന്ന കാര്യം. എന്താ കൂടെ വായിച്ചത്? പ്രാകൃതന്മാർ. സ്തോത്രം, കണ്ടു കഴിഞ്ഞാൽ ഒരു രൂപവും ഒരു പ്രാകൃതവും ഇല്ലാത്ത ദൈവമക്കൾ വൃത്തിയായിട്ട് നടക്കും.
കണ്ട ഒരു ദൈവവൈതലാന്ന് എന്ത് ചെയ്യണം? പറയണം. വെള്ള ഇടണമെന്ന് ഞാൻ പറയത്തു, വെള്ള ഇടണമെന്ന് ഞാൻ പറയത്തു, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇടുന്ന ഡ്രസ്സ് മാന്യവും വൃത്തിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ പ്രാകൃതമാകുന്ന രൂപത്താലും കോലത്താലൊക്കെ പലരും നടക്കും അന്ത്യകാലത്ത്. അടുത്ത എന്താ? ആത്മാവ് ഇല്ലാത്തവർ, ആത്മാവില്ലാത്തവർ, ആത്മാവില്ലാത്തവർ. മതി. നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കുക, അത് മതി. ഹല്ലേലൂയ. എങ്ങനെ വേലും പോകാം, എങ്ങനെ വേലും വരാം, എങ്ങനെ വേലും ജീവിക്കാം, ഇത് ദുരുപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ലേഖനം പഠിക്ക്, ലേഖനം പഠിക്ക്, ലേഖനം പഠിക്കുന്നു മനസ്സിലാക്കാം. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അടുത്തൊരു വാക്യം കൂടെ വായിച്ചു, പെട്ടെന്ന് 2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:2. വെളിപ്പാട് 2:2. എഫെസോസിനോട് പറയാം, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. ആ വാക്ക് കേട്ട്, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞു വന്നവരെ നീ പരീക്ഷിച്ച്. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. ഇത് ഉണർന്നിരിക്കുന്നവർക്കേ സാധിക്കത്തുള്ളൂ, ഇത് ഉണർന്നിരിക്കുന്നവർക്കേ സാധിക്കത്തുള്ളൂ. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് അവരുടെ സഭയ്ക്കകത്ത് വന്നവരെ പരീക്ഷിച്ച് ഇവർ അപ്പോസ്തലന്മാരല്ല, ഇവന്മാര് കള്ളന്മാരാണെന്ന്, ഇവര് കള്ളന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തിയ നിങ്ങൾ കാണിച്ച അനുഭവം ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്കൊരു കയ്യടിയുണ്ട്. ഞാൻ പറഞ്ഞല്ല, ആത്മാവ് പറഞ്ഞു. സ്തോത്രം. ഇനി നിങ്ങൾ 2:20 ഒന്ന് വായിച്ചേ. വേറൊരു സഭയോട് പറയുന്നത്, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാത്മകം തിന്മാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന നിനക്കൊരു കുറ്റമുണ്ട്. ഇസബേൽ എന്ന സ്ത്രീയെ നീ വലിയ പ്രവാചകിയാണെന്ന് പറഞ്ഞ്, സ്തോത്രം, നീ ഹല്ലേലൂയ നിന്റെ സഭയ്ക്കകത്ത് കയറ്റിയിരുത്തിയിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതിനെ നീ അനുവദിച്ചു കൊടുത്ത ഒരു കുറ്റം നിനക്കുണ്ട്. ആദ്യം സഭയോട് എന്താ പറഞ്ഞത്? നിങ്ങൾ അപ്പോസ്തലന്മാരല്ലാത്തവരെ പരീക്ഷിച്ച് അവരെ കള്ളന്മാരെന്ന് കണ്ടതുകൊണ്ട് ഹല്ലേലൂയ അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. എന്നാ മറുവശത്ത് എഴുതിയിരിക്കുന്നത് കണ്ടോ? പ്രവാചകി ഏതാത്മാവിലാണ് അല്ലെങ്കിൽ അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ അവളെ അനുവദിച്ചു കൊടുത്തൊരു കുറ്റം. ഈ കാലഘട്ടത്തിൽ ഈ 2 വിഭാഗത്തിലുമുള്ള സഭകളുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, ഉണരുന്ന സഭയുണ്ടോ അവിടെ ഒരു ദുരുപദേശകൻ കയറിയ ദൈവം വെളിപ്പെടുത്തും. ഉണരുന്ന സഭയുണ്ടോ അവിടെ ഒരു ദുരുപദേശകൻ കയറിയാൽ ഉണരുന്ന സഭയാണോ അത് വെളിപ്പെടുത്തും ദൈവം. എത്ര പേർക്ക് ആത്മാവിൽ ഞാൻ പ്രസംഗിക്കുന്ന മനസ്സിലാകുന്നുണ്ട്? ആത്മാവ് വിളിച്ചു പറയുന്നു, ദുരുപദേശങ്ങളെ ജയിക്കാൻ നീ ഉണരുക. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോ എനിക്ക് ഇച്ചിരി എന്താ പറയാ, ആത്മശക്തിയൊക്കെ ഉണ്ടാവും. യേശുവിന്റെ നാമത്തിൽ. സമയമില്ല, ലാസ്റ്റ് ഭാഗം വേഗത്തിൽ ഞാനൊക്കെ പറയാം. 4-മത്തത് മത്തായി സുവിശേഷം 24:42. നമ്മൾ എന്തിനാ ഉണരണ്ടേ? 4-മത്തത് മത്തായി 24:42. പെട്ടെന്ന് വായിച്ചു. മത്തായി 24:42. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയുകയുണ്ട്. മതി, ഒരാമേ പറഞ്ഞോ. ഇനിയും എന്തിനാ ഉണരണ്ടേ? കർത്താവിന്റെ വരവിന് വേണ്ടി ഉണരട്ടെ, കർത്താവിന്റെ വരവിന് വേണ്ടി ഉണരട്ടെ. പാസ്റ്റർ ഇതൊക്കെയായിരുന്നു ഉണർവ്. ഇതൊക്കെയാ ഉണർവ്. പേഴ്സണലായിട്ട് ഉണരണമെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ഉണരണം.
എന്നാലേ പേഴ്സണലായിട്ട് ഉണരാൻ പറ്റൂ. കർത്താവിന്റെ വരവ് ഏത് നാഴികയാണ്, ഏത് സമയമാണെന്ന് നിങ്ങൾക്കും എനിക്കും ആർക്കും അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താ? ജീവിത ലക്ഷ്യം ഇല്ലാത്തവര് പറയണ്ട, ലക്ഷ്യമുള്ളവര് പറയണ്ട. നിത്യത. നമ്മൾ എന്തിനാ ഇവിടെ കിടന്ന് തൊണ്ട കയറി പ്രസംഗിക്കുന്നത്? നമ്മൾ എന്തിനാ കൈയടിച്ച് ആരാധിക്കുന്നത്? പല രാജ്യത്തും ഇരിക്കുന്നവർക്ക് വേറൊരു പണിയില്ലാഞ്ഞിട്ട് സൂമിൽ കയറി ഇരിക്കുക. എന്തിനാണ് അതിന്റെ ആവശ്യം? എന്താ? പലയിടത്തും കിടന്ന നിങ്ങൾ ഇവിടെ വന്നിരിക്കുക എന്തിനാ? നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ള കർത്താവ് വരുമ്പോ പോണം. കർത്താവ് വരുമ്പോ പോണം. ഈ ഓരോ മീറ്റിംഗും നമ്മളെ ഒരുക്കാനാണ്, നമ്മൾ ഉണരാനാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 10 മീറ്റിംഗ് കൂടിയിട്ട് ചിലപ്പോ ഉണരാത്ത നമ്മള് ചിലപ്പോ ഒരു മീറ്റിംഗ് കൂടുമ്പോ ഉണരും. പറയാൻ പറ്റത്തില്ല എപ്പോഴാ ഉണരുന്നതെന്ന്. ഹല്ലേലൂയ. ആഴ്ച ആഴ്ച വെക്കുന്നത് ഏതെങ്കിലും മീറ്റിംഗിൽ ഉണരും, ഏതെങ്കിലും മീറ്റിംഗ് മാനസാന്തരപ്പെടും, ഏതെങ്കിലും മീറ്റിംഗിൽ ദൈവസ്നേഹം അറിയും, ഏതെങ്കിലും മീറ്റിംഗിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഇന്നർ അകത്തളങ്ങളിൽ വെളിപ്പെടും. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പറയുന്നത് വ്യക്തിപരമായി ഉണരാൻ, വ്യക്തിപരമായി ഉണരാൻ. അടുത്ത വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, കള്ളനെ പോലെ. കള്ളം വരുന്ന സമയം നിങ്ങൾക്കറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നോട്ടീസൊക്കെ അയച്ചിട്ടാണ് കള്ളം വരുന്നത്. കള്ളം വരുന്ന സമയമൊന്നും അറിയത്തില്ല. കള്ളനെ പോലെ എന്ന് വെച്ചാൽ യേശു കള്ളനാണെന്നല്ല, പോലെ ഉപമയാണ്. കള്ളനെ പോലെ, ഒരു കള്ളം വരുന്നത് പോലെ എന്നാ പറയാം. എന്ന് വെച്ചാൽ യേശു കള്ളനാന്ന് പറയും. ഒരു ഉപമ മനസ്സിലാകാൻ വേണ്ടി പറയും. അഗ്നിനാവ് പോലെ മനസ്സിലാകാൻ വേണ്ടി പറയും. പ്രാവെന്ന് പോലെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കും. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ, കർത്താവിന്റെ വരവിന്റെ നാഴിക ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് ഉണരട്ടെ, ഉണരട്ടെ, ഉണരട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിന് 3 ഉപമ പറഞ്ഞു. 3 ഉപമ ഞാനൊന്ന് പെട്ടെന്ന് നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 13:34 മുതൽ ഒന്ന് വായിച്ചു. 34 മുതൽ. പരദേശത്ത് പോയ യജമാനന്റെ തിരിച്ചുവരവ്. അതാണ് വിഷയം. പരദേശത്ത് പോയ യജമാനന്റെ തിരിച്ചുവരവ്. മർക്കോസ് 13:34 മുതൽ വായിച്ചു. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേല എന്ന് വെച്ചാൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അതത് വേല നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അടുത്തത് വാതിൽക്കാവക്കാരനോട് പ്രാർത്ഥിക്കുന്നവരോട് പറയാ, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം. അടുത്തത് യജമാന സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുന്ന നേരത്തോ രാവിലെയോ എപ്പോ വേണേലും വരാം. ഇപ്പൊ വരാം, ഇന്ന് സന്ധ്യയ്ക്ക് വരാം, വേണമെങ്കിൽ ഇന്ന് അർദ്ധരാത്രിക്ക് വരാം, നാളെ രാവിലെ കോഴി കൂമ്പ് വരാം, രാവിലെ വരാം. മനസ്സിലായോ? യജമാനൻ എപ്പോ വേണം വരാം. അടുത്ത അവൻ പെട്ടെന്നായിരിക്കും വരുന്നത്. നിങ്ങൾ ഉറങ്ങുന്നവരായി കാണരുത്. അതിനെന്ത് ചെയ്തോണം? ഉണർന്നിരുന്നോണം. അടുത്തത് ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പി, ഉണർന്നിരിപ്പി. വരാമേ പറഞ്ഞു. ഹല്ലേലൂയ. യജമാനൻ ഏത് സമയത്തും വേണേ വരാം. രാത്രി വരാം, അർദ്ധരാത്രി വരാം, കോഴി പോകുന്ന സമയം വരാം, രാവിലെ വരാം. യജമാനൻ വരുമ്പോൾ നീ ഉറങ്ങാതെ ഉണർന്നിരിക്കണം. ഉറങ്ങിയാൽ യജമാനൻ വന്ന് ഉണർന്നിരിക്കുന്നവരെ കൊണ്ട് പോകും. നീ ഇവിടെ കിടന്ന് ഉറങ്ങും. സ്തോത്രം. രാവിലെ നോക്കുമ്പോൾ ആന്റിയെ കാണത്തില്ല, അച്ഛൻ സുഖം ഉറക്കം. രാവിലെ നോക്കുമ്പോ അച്ഛനെ കാണത്തില്ല, ആന്റി സുഖം ഉറക്കം. മക്കളെ കാണത്തില്ല, അപ്പനമ്മ. ഞാൻ പറയുന്നത് കുടുംബത്തോട് എടുക്കാൻ എല്ലാവരും ഓരോരുത്തരും ഒരുങ്ങും.
സ്തോത്രം, സ്തോത്രം. ലോക സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ അരിമനാഥന്റെ വരവ് ഏത് സമയത്തും വാദിക്കൽ. വിളിച്ചു പറയുന്നു, പ്രിയമുള്ളവരെ, യജമാനൻ പരദേശത്ത് പോയിട്ട് യജമാനൻ തിരിച്ചു വരുമ്പോൾ നിന്നെ ഉറങ്ങുന്നവളെ പോലെ, ഉറങ്ങുന്നവനെ പോലെ കാണരുത്. യജമാനന്റെ വരവിനായി ഉണർന്നിരിപ്പി. അടുത്ത വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 42 മുതൽ 48 വരെ വായിക്കാം. പരിശുദ്ധാത്മാവനോട് പറയാൻ പറയുന്നത് അതുകൊണ്ട് വായിച്ചു. ലൂക്കോസ് 12:42 മുതൽ. കർത്താവ് പറയാം, തക്ക സമയത്ത് വേലക്കാരൻ മേലാക്കുന്ന വിശ്വസ്തനും ഗൃഹവിചാരകൻ ആര്? യജമാനം വരുമ്പോൾ നല്ല ഗൃഹവിചാരകം ചെയ്ത ദാസൻ ഭാഗ്യവാൻ. ആ ലിസ്റ്റിൽ നമ്മൾ പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ശുശ്രൂഷ നിൽക്കുന്നവരുടെ കാര്യം പറയുന്നത്. സ്വതന്ത്രം. അടുത്തത്, അവൻ തനിക്കുള്ള സകലത്തിനും സ്തോത്രം. അവനെ എന്ത് ചെയ്യും? അവനുള്ള സകലത്തിനും എന്ത് ചെയ്യും? അവനെ വിചാരകനാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഉണർന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി നല്ലൊരു പൊസിഷൻ വെളിപ്പെടാൻ പോവുകയാണ്. അടുത്തത്, സത്യമായിട്ട് പറയുന്നു. അടുത്തത്, എന്നദാസൻ യജമാനൻ ലേറ്റ് ആയിട്ടേ വരത്തുള്ളെന്ന് അദ്ദേഹം സ്വന്തമായിട്ടൊക്കെ ചിന്തിച്ചിട്ട് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും അപ്പൊ തല്ലാൻ തുടങ്ങി, തിന്നു കുടിച്ച് മതിപ്പാൻ തുടങ്ങി. അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസൻ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും എവിടെ പങ്കെടുപ്പിക്കും. അപ്പൊ ഇത്രയും നടത്തും വിശ്വാസം വെറുതെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ വായിച്ച അമ്മ ഭാഗം. അതിന്റെ മേളിൽ യജമാനൻ താമസിച്ച്. അതുകൊണ്ടാ ചിലര് പറയുന്നത്, കർത്താവ് ഇപ്പോഴൊന്നും വരത്തില്ല, കുറെ പേര് മാനസാന്തരപ്പെടാനുണ്ട്. ചിലര് പറയത്തില്ലേ, അവിടെ നിൽക്കട്ടെ. ചിലര് പറയത്തില്ല, കർത്താവ് ഇപ്പോഴൊന്നും വരത്തില്ല. ചിലരൊക്കെ രക്ഷിക്കപ്പെടാൻ ഉണ്ട്. കർത്താവ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രക്ഷിക്കപ്പെട്ടവരെ ഓർത്തിട്ട്, അല്ല രക്ഷിക്കപ്പെടാത്തവരെ ഓർത്തിട്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കുന്നവരെ ഓർത്ത ഇപ്പൊ ഏറ്റവും കൂടുതൽ കർത്താവ് ദുഃഖിക്കുന്നു. സ്തോത്രം. അപ്പൊ ചിലര് പറയുന്നത് എന്താണ്? യജമാനൻ ഉടനെ ഒന്നും വരാൻ സാധ്യതയില്ല, ലേറ്റ് ആകും എന്നാ ചിലര് പറയുന്നത്. അങ്ങനെയുള്ളവരെ കുറിച്ചാ പറയുന്നത്. വായിച്ചു. ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും എന്നാ സ്വയമേ അങ്ങ് ഇത് ചിന്തിച്ചോണ്ടെങ്കിൽ ഇരുന്നാ പോലെ. എന്തിനാ കൂട്ടുപിടിച്ച ആളെ മറ്റുള്ളവരെ കൂടെ തെറ്റിക്കുന്നത്? അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? അവരുടെ കൂട്ടത്തിലും എന്ത് ചെയ്യാ? അവരെ ഉപദ്രവിക്കുന്നു. അടുത്തത്, തിന്നു കുടിച്ച് മതിപ്പാനും. ആ വാക്കടിവരെ ഇട്ടു. നോക്കിയിരിക്കാത്ത നാളിൽ, അറിയാത്ത നാഴികയിൽ. മനസ്സിലായോ? കല്ലിലെ കർത്താവ് വരും, ലേറ്റ് ആകുമെന്ന് നീ വിചാരിച്ചിരുന്നാൽ നീ നോക്കിയിരിക്കാത്ത നാളിലായിരിക്കും ചിലപ്പോ കർത്താവ് വരുന്നത്. നീ നോക്കിയിരിക്കാത്ത നാളിലായിരിക്കും ദൈവം വരുന്നത്. ഹല്ലേലൂയ. എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഒന്ന് വായിച്ച ലാസ്റ്റ് ഭാഗം. വളരെ വളരെ അടി കൊള്ളാനിരിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പ് മാനസാന്തരപ്പെട്ടു, അതിനു മുമ്പ് ഉണർന്നു. വളരെ അടികൊള്ളും, വളരെ അടികൊള്ളും. ഇങ്ങനെ പോകരുത്, വളരെ അടികൊള്ളും. അപ്പൊ ചിലര് ഹൃദയത്തിൽ ചിന്തിക്കും, ഞങ്ങളെ അടിക്കാൻ പാസ്റ്റ് ആരാത്? ഞാനല്ല, ദൈവം അടിക്കും. വളരെ അടികൊള്ളും. അടുത്തത്, അടുത്തത്, സ്തോത്രം, സ്തോത്രം. എനിക്കിത് വിശദീകരിക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. ഒരു വാക്ക് കൂടെ വായിച്ച മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം
1 മുതൽ 1 പെട്ടെന്ന് വായിച്ചോ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ആ ആ ആ ആ ആ 5 പേര് ബുദ്ധിയില്ലാത്തത്. ആ ആ ബുദ്ധിയില്ലാത്തവര് വിളക്കെടുത്തപ്പോ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ? ഓ സ്തോത്രം. വിളക്കോട് കൂടി പാത്രത്തിൽ എണ്ണ എടുത്തു. ആ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിയിലോ? ആ മണവാളം വരുന്നു. ആർക്കും വിളിയുണ്ടായി. 10 പേരും എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റു. ആ വിളക്ക് തെളിയിച്ചു. ബുദ്ധിയില്ലാത്ത ആ ബുദ്ധിയില്ലാത്തവര് ബുദ്ധിയുള്ളവരോട് പറയാം, ഞങ്ങളുടെ വിളക്ക് കെട്ടു, നിങ്ങളുടെ എണ്ണയെ കുറെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവര് ആ അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ ഇത് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് തികയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, വിൽക്കുന്നവരടുത്ത് പോയി വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ആ അവര് വാങ്ങുവാൻ പോയ സമയത്ത് മണവാളം വന്ന് ഒരാമയെ പറഞ്ഞു. അത്ര മതി, മനസ്സിലാകാനാണ് അത്ര മതി. ഹല്ലേലൂയ. എണ്ണ കരുതിയിരുന്ന, അതൊക്കെ വിവേചിക്കേണ്ടതാണ്. എണ്ണ, വിളക്ക്, ഇതൊക്കെ വിവേചിക്കേണ്ട സമയമില്ല. എണ്ണ കരുതിയിരുന്ന 5 പേര് മണവാളം വന്നപ്പോൾ മണവാളന്റെ കൂടെ പറന്നു പോയി. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അല്ലെങ്കിൽ മണവാളം വരുമ്പം നിന്റെ വിളക്ക് കെടരുത്. മണവാളം വരുമ്പം നിന്റെ വിളക്ക് കെടരുത്. പ്രിയമുള്ളവരെ, വിളക്ക് കെട്ടുപോയാലും അതിനെ വീണ്ടും കത്തിക്കാൻ നിന്റെ കയ്യിൽ എണ്ണയുണ്ടായിരിക്കണം. 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 അതുകൊണ്ടാ പാട്ടുകാരൻ പാടി, എണ്ണയുണ്ട് നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ട്. എല്ലാം ക്വസ്റ്റ്യനാ. ഇന്ന് വരെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. എന്ന് ഉത്തരം കിട്ടുന്നു അന്ന് ഞാൻ ഉറപ്പ് പറയും. കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഉണരണം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉണരണം. 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 ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടം കൊണ്ട് അത് അവസാനിപ്പിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ ഞാൻ എടുക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. 3-4 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാ പറഞ്ഞത്. നിങ്ങൾ ഉണരാൻ എന്ത് ചെയ്യണം? 1, ഹല്ലേലൂയ, നിങ്ങൾ വ്യക്തിപരമായിട്ട് വേണം നിങ്ങൾ ഉണരാൻ. നിങ്ങൾ ഉണർന്നിട്ട് വേണം മറ്റുള്ളവരെ ഉണർത്താൻ. നിങ്ങൾ ഉണർന്നിട്ട് വേണം മറ്റുള്ളവരെ ഉണർത്താൻ. നിങ്ങൾ എന്തിലെല്ലാം ഉണർന്നിരിക്കണം? ഈ 4 കാര്യത്തിൽ ഉണരാത്തവർ മറ്റുള്ളവരെ ഉണർത്താൻ പോയേക്കരുത്. 1, സാത്താന്റെ തന്ത്രങ്ങളെ അറിയാൻ, അതിനെതിരെ നിന്ന് ജയിക്കാൻ ഉണരണം. 2, പരീക്ഷകൾ വന്നാൽ അതിനെ ജയിക്കാൻ, അല്ലെങ്കിൽ ആ പരീക്ഷയിൽ അകപ്പെട്ടു പോയി നിന്റെ വിശ്വാസവും ജീവിതവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? ഉണരണം. 3, ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞത്? എഴുതിയെടുത്തില്ലേ? എന്താ 3ാമത് പറഞ്ഞേ? അതുകൊള്ള 1 എന്താ പറഞ്ഞേ? സൂമിലുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, 1 എന്താ പറഞ്ഞേ? സാധാരണ 2 എന്താ പറഞ്ഞേ? പരീക്ഷ. 3 എന്താ പറഞ്ഞേ? 3 എന്താ പറഞ്ഞേ? ദുരുപദേശങ്ങളെ ഇവിടെ പറഞ്ഞു, സൂമി പറഞ്ഞു. സ്തോത്രം. ശബ്ദമില്ലാത്തതുണ്ടോ? 4 എന്താ പറഞ്ഞേ? 4 എന്താ പറഞ്ഞേ? ഇപ്പൊ ലാസ്റ്റ് എന്താ പറഞ്ഞേ? കർത്താവിന്റെ വരവിന് 4 കാര്യം. ഒന്നുകൂടെ പറഞ്ഞ എല്ലാരും. 1, സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കാൻ ഉണരണം. 2, 3, 4. ഈ 4 കാര്യത്തിന് വേണ്ടി വ്യക്തിപരമായിട്ട് ആരുണരുന്നോ
അവനെ മറ്റൊരാളെ ഉണർത്താൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ആ തിരിച്ചറിവ് എത്ര പേർക്കുണ്ടായി? ആ വിടുതൽ എത്ര പേർ അനുഭവിക്കുന്നു? സമയം പോയി, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. വേഗത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ക്ലോസ് ചെയ്യുന്നു. വേഗത്തിൽ കണ്ണുകൾ അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്. അപ്പോസ്തലനായ പൗലോസ് ഒറ്റ വിഷയം നമ്മൾ എടുത്തോളൂ. ഉണർന്നിരിപ്പി, ഉണർന്നിരിപ്പി, ഉണർന്നിരിപ്പി. ഒറ്റ വിഷയം. പല വിഷയങ്ങൾ വീണ്ടും ഉണ്ടനകത്ത് എടുക്കാൻ. ഉണർന്നിരിപ്പി, ഉണർന്നിരിപ്പി, ഉണർന്നിരിപ്പി. ഇന്ന് പകൽ നമുക്കൊന്ന് ഉണരാം. അല്ലെങ്കിൽ ആള് കാണിക്കാനല്ല ഉണരേണ്ടത്, ആൾക്കാരെ കാണിക്കാനുമല്ല ഉണരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഉണരേണ്ടത് ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കാൻ. ഓ കൃപ. പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനെ ജയിക്കാൻ. ദുരിതുപദേശക്കാരെ മനസ്സിലാകണോ, തിരിച്ചറിയണോ? ദുരിതുപദേശത്തെ ജയിക്കണോ? ഉണരണം. കർത്താവിന്റെ വരവിൽ പോണോ? ഉണരണം. നമുക്കിന്ന് പകരം ഉണരാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ കണ്ണുകളും അടച്ചോ. ചാരത്തും ദൂരത്തും ഇരിക്കുന്നവരെ കണ്ണുകൾ അടച്ചോ. അല്പനേരം ആത്മാവിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. ഉണർവിന്റെ സാന്നിധ്യം, നമ്മളെ ഉണർത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം മുതൽ നിങ്ങളെ ഭരിക്കാൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ഉണർത്തുന്ന ഏത് അവസ്ഥയിലും ഉണർന്നിരിക്കാൻ നിങ്ങളെ ഹല്ലേലൂയ പ്രയോജനപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഈ പ്രിയമുള്ളവരെ ഏറ്റെടുക്കണമേ. ഇവര് വ്യക്തിപരമായി ഉണരട്ടെ കർത്താവേ. ഇവര് വ്യക്തിപരമായി ഉണരട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇവര് വ്യക്തിപരമായി ഉണരട്ടെ കർത്താവേ. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വ്യക്തിപരമായി ഉണർന്ന് ഇവർ പോകുന്ന ഇടങ്ങൾ, ഇവർ സഞ്ചരിക്കുന്ന ഇടങ്ങൾ, ഇവർ ചെല്ലുന്ന ഇടങ്ങൾ, ഹല്ലേലൂയ, അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ശത്രു ഞങ്ങളുടെ ഹല്ലേലൂയ ഭവനങ്ങളിൽ കടക്കുവാൻ, ശത്രു ഞങ്ങളുടെ ആലയങ്ങളിൽ കടക്കുവാൻ ദൈവം ഇടവരുത്തരുത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. സന്ദേശ് പട്ടണം തകർന്നു പോയതുപോലെ ഞങ്ങൾ തകരാൻ ദൈവം അനുവദിക്കരുത്. ഞങ്ങളുടെ അലസത മാറ്റി, ഞങ്ങളുടെ മടുപ്പ് മാറ്റി, ഞങ്ങൾ ഈ നാളുകളിൽ ഉണരാനുള്ള ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ സ്വർഗം ചൊരിയണമേ. ഓ ഇന്ന് ഈ മീറ്റിംഗിനെ സംബന്ധിച്ച് എല്ലാ ദൈവമക്കളെ ഓർക്കുക. സുബിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിച്ച് മാറ്റി. എത്രത്തോളം ഞങ്ങളെ മാനിച്ച ദൈവത്തിന് സ്തോത്രം. വചനത്തിന്റെ മുൻപിൽ, ആലോചനകളുടെ മുൻപിൽ, ദൈവിക വെളിപ്പാട് ദൂതുകളുടെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാപിച്ച വിടുതലുകളെല്ലാം ഞങ്ങൾ ആമേൻ പറഞ്ഞു സ്വീകരിക്കുകയാണ്. ദൈവകൃപ കൂടെ ഇരിക്കണം. മഹത്വം അങ്ങ് എടുക്കണം. പിരിയാത്ത ദൈവകൃപയെ സൂക്ഷിക്കണം. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവിന്റെ വരവിന് വേണ്ടി ഈ നാളുകളിൽ ഒരുങ്ങാൻ ഞങ്ങളെ സഹായിക്കണം. പോയ യജമാനൻ ഏത് സമയത്തും വരും. ഞങ്ങൾ ഉണർന്നിരിക്കണമെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങൾക്കുണ്ടാകണമേ കർത്താവ്. നല്ല ഗൃഹവിചാരകനായി ജീവിക്കുവാൻ, ഉണർന്നിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. 10 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഹല്ലേലൂയ ഉണർന്നിരിക്കാൻ ഞങ്ങളെ ദൈവം സഹായിക്കണം. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം മാനിച്ച ദൈവത്തിന് നന്ദി, മഹത്വം അങ്ങേക്ക്. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം കാവൽ ഉണ്ടായി നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ഇന്ന് കേൾക്കപ്പെട്ട തിരുവചനത്തിന്റെ മേലും, പ്രാപിച്ച വിടുതലിന്റെ മേലും, ഇന്ന് സുവിലും ഇവിടെ കടന്നു വന്ന ദൈവമക്കളുടെ മേലും, എല്ലാ വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. അവൻ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യാത്ത ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും